ഇൻഷാ അല്ലാഹ് ഈ വേദി അടുത്ത നിമിഷങ്ങളിലായി സാക്ഷ്യം വഹിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ എംബിച്ചക്കോയ തങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ സദസ്സിനെ ധന്യമാക്കി തരുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഹാളിൻ്റെ വശങ്ങളിലായി എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ മുഅ്മിനുകളും സദസ്സിൽ വന്നിരിക്കണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു. സ്നേഹജനങ്ങളെ, നാം അബുദാബിയിൽ എല്ലാ ഇംഗ്ലീഷ് മാസവും 3-ാമത്തെ വെള്ളിയാഴ്ച നടത്താറുള്ള അതിമഹത്തായ സ്വലാത്ത് മജ്ലിസ് നമുക്കെല്ലാവർക്കും അറിയാം. ഏകദേശം 4 വർഷമായി നടത്തപ്പെടുന്ന ആ സ്വലാത്ത് മജ്ലിസിൻ്റെ വാർഷികമാണ് നാം ഇവിടെ കൊണ്ടാടുന്നത്. ഈ സ്വലാത്ത് മജ്ലിസിനെ ധന്യമാക്കുന്നത് നമുക്ക് അബുദാബിയിൽ 4 വർഷം മുമ്പ് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഇജാസത്ത് നൽകിയ, കേരളക്കരയിലും കർണാടകയിലും ഒട്ടനവധി ദുആ സ്വലാത്ത് മജ്ലിസുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആത്മീയ ലോകത്തിലെ ജ്വലിക്കുന്ന താരം യുവ പണ്ഡിതൻ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ എംബിച്ചക്കോയ തങ്ങളാണ്. ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് എനിക്ക് ഉണർത്താനുള്ളത്, ഈ വേദിയെ പലരും ഇൻഷാ അല്ലാഹ് ഇനി ധന്യമാക്കാനുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് സഖാഫി ബായാർ, അതിമഹത്തായ ബായാറിൽ സ്ഥിതി ചെയ്യുന്ന, പൊന്നങ്ങളത്ത് സ്ഥിതി ചെയ്യുന്ന മുജമ്മഉ സഖാഫത്ത് സുന്നിയ, ആ മഹത്തായ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവറുകൾ. ആ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് സിദ്ദീഖ് സഖാഫി. ഇൻഷാ അല്ലാഹ് പ്പിക്കും. അതിനു മുമ്പായി തങ്ങൾ ഉസ്താദ് അവറുകൾ വരുന്നതുവരെ, അതല്ലെങ്കിൽ നാം സാധാരണ ചെല്ലാറുള്ള ഈ സ്വലാത്ത് മജ്ലിസിൽ നാം സാധാരണ ചെല്ലുന്ന ദിക്റുകളും ബൈത്തുകളുമാണ് ഇവിടെയുള്ളത്. ഈ ബൈത്തിൽ അവസാനമായി 4 ദിക്റുകളാണ് നാം ഇജാസത്തോടെ ചൊല്ലുന്നത്. ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദ് അവറുകൾ വന്നതിന് ശേഷം ആ 4 ദിക്റുകൾ നമുക്ക് ചൊല്ലാം. അതിനു മുമ്പ് നാം സാധാരണ ചെല്ലാറുള്ള മലയാളത്തിലും അറബിയിലുമുള്ള ആ അബിയാത്ത് അത് നമുക്ക് ചൊല്ലി ഈ മഹത്തായ സദസ്സിനെ നമുക്ക് ധന്യമാക്കാം. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ വന്നെത്തി, ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ വന്നെത്തി, ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. വാഹല്ലിൽ ഖുബത്തിൽ ഖൽറാഇ ഖുബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുർറത്തൽ ഐനൈനി. ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകൽ
ملجا ومنجا ومرتاح المشتاق حب الثقلين أجمل خير الفريقين آرംഭ പൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നേ താൻ ഞങ്ങൾക്ക് തൗഫീഖ് طه وياسين وحميم نبينا أنس الغريبين أبي الله مولى الصالحين آرംഭ പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്ന് താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ صلي وسلم عليه يا ربنا أزكى صلاة الله أدوم نحمد يا الله آرംഭ പൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ حبا وشوقا يا رحمة العالمين جئناك صلى الله عليك دائما صلى الله പൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ نرجو السعادات محو الشقوات يا خير رسول الله عليك دائما صلى الله പൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ يا ربي سلمنا بحق سيدنا طه رسول الله أشرف الخلق رسول الله പൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ آمين يا ربنا رب العالمين زد لنا حبنا إليه يا ربنا آتينا آمين يا ربنا رب العالمين زد لنا حبنا إليه يا ربنا آتينا آمين يا ربنا رب العالمين زد لنا حبنا إليه يا ربنا آتينا آرംഭ പൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ വന്നെത്തി ഞങ്ങൾക്ക് സന്തോഷം വന്നേത്തി مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا أكرم الخلق ما لمن ألوذ به سواك عند حلول الحديث العميم مولاي
صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك به إذا الكريم تجلى باسم منتقم مولاي صل وسلم على حبيبك خير الخلق كلهم يا نفسي لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي فاجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينهزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأذن لي سحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مرنا حتى عذبت الباني ريح صبا وأتراب العيسى حد العيسى بالنغم مولاي صل وسلم دائما أبدا
بك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم اغفر لنا غفراننا اغفر لنا غفراننا أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم اغفر لنا غفراننا اغفر لنا غفراننا يا ربي بالمصطفى بلغ مقاصدنا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا واسع الكرم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم اغفر لنا غفراننا اغفر لنا غفراننا സഹോദരങ്ങളെ, ഇവിടെ ബുർദ അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ടീമിന് നന്ദി അർപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് തങ്ങളുസ്താദ് അവറുകൾ ഇങ്ങോട്ട് വണ്ടി കയറിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തുന്നതാണ്. ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട സിദ്ദീഖ് സഖാഫി ബായാർ, ഇവിടെ എത്തിയിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനുകൾ, ICF-ൻ്റെയും KCF-ൻ്റെയും RSCയുടെയും നേതാക്കൾ, പ്രവർത്തകർ, എല്ലാവരെയും ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് പരിമിതമായ സമയവും പരിമിതമായ സൗകര്യവും ഇവിടെ ഉള്ളതുകൊണ്ട് അത് രണ്ടും കണക്കിലെടുത്ത് ഇൻഷാ അള്ളാഹ് നാം നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ മഹത്തായ മജ്ലിസിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട മുജമ്മഅ സഖാഫത്തു സുന്നിയ ജനറൽ സെക്രട്ടറി
സിദ്ദീഖ് സഖാഫി ബായാർ അവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ-നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമ. സദഖല്ലാഹു മൗലാനൽ അദീം വസദഖ വബല്ലഗ റസൂലുഹുൻ നബിയിൽ കരീം വനഹ്നു അലാ ദാലിക മിനശ് ഷാഹിദീന ശാകിരീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിയൽ കറമി. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പണ്ഡിത മഹത്തുക്കളെ, ICF-ൻ്റെയും KCF-ൻ്റെയും RSCയുടെയും സാരഥികൾ, പ്രവർത്തകർ, ബായാർ മുജമ്മഉ സഖാഫത്ത് സുന്നിയെയും അതിൻ്റെ സാരഥി സയ്യിദുന ബായാർ തങ്ങളവറുകളെയും സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒത്തുകൂടൽ പാരത്രിക ലോകത്തിൽ ഉപകാരപ്രദമായ ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ സമയം വരെ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ പ്രവാസ ജീവിതത്തിൻ്റെ ഇടയിൽ നമ്മുടെ എല്ലാ വിഷമങ്ങളെയും തീർത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കും നമ്മുടെ കുടുംബത്തിനും റാഹത്തും സന്തോഷവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാം എല്ലാവരും ഒരുമിച്ച് കൂടിയ വിഷയം അഭിവന്യരായ അസ്ഹരി ഉസ്താദ് അവറുകൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. സയ്യിദ് അബ്ദുറഹ്മാൻ എംബിച്ചിക്കോയ അൽ ബുഖാരി ബായാർ തങ്ങളെന്ന നാമധേയത്താൽ അറിയപ്പെടുന്ന, ഇന്ന് കേരളത്തിൽ മാത്രമല്ല, കർണാടകയിൽ മാത്രമല്ല, പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ, നമ്മുടെ കേരളവും കർണാടകവുമായി ബന്ധപ്പെടുന്ന വിശ്വാസികൾ ലോകത്തിൻ്റെ എവിടെയെല്ലാം ഭാഗത്തുണ്ടോ അവരൊക്കെയും വളരെ ആദരവോടെ ഉച്ചരിക്കുന്ന ഒരു നാമമാണ് ബായാർ തങ്ങൾ. സുദീർഘമായി സംസാരിക്കാൻ സമയമില്ല. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഉള്ളിൽ ഈ മഹത്തായ വേദിയെ ധന്യമാക്കുകയാണ്. ബായാർ എന്ന പ്രദേശം കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ ഒരു കുഗ്രാമമാണ്. ആ കുഗ്രാമമായ ബായാർ എന്ന പ്രദേശം ഇന്ന് വിശ്വാസികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടങ്ങളിലെല്ലാം ബായാർ തങ്ങൾ എന്ന് പറയുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് ലോകഭൂപടത്തിൽ ആ ബായാർ എന്ന പ്രദേശത്തിൻ്റെ നാമം ഉയർത്തിക്കൊണ്ടുവരാൻ
കാരണക്കാരായത് സയ്യിദുന സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ അൽ ബുഖാരി മഹാനവറുകളാണ്. അദ്ദേഹം ബായാറുകാരനല്ല, കാസർഗോഡ് ജില്ലക്കാരനല്ല. മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറക്കടുത്ത പിലാത്തറ എന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചതും വളർന്നതും. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പാരമ്പര്യം പരിശോധിച്ചു വരുമ്പോൾ നമ്മുടെ കേരളത്തിലേക്കും കർണാടകത്തിലേക്കും ഇന്ത്യയിലേക്കും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കടന്നു വന്നതും ആ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആവിർഭാവവും അതിൻ്റെ ഉയർച്ചയും അതിൻ്റെ പ്രചാരണവും എല്ലാം പരിശോധിക്കുമ്പോഴാണ് മഹാന്മാരായ സഹാബത്ത് മുതൽ അതിനുശേഷമുള്ള സച്ചരിതരായ മഹാന്മാർ മുഴുവനും അവരുടെ ചരിത്രം വായിച്ചെടുക്കുമ്പോൾ ജനിച്ചു വളർന്ന നാട് മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധമായ പ്രബോധനങ്ങൾക്ക് വേണ്ടി മൈലുകൾ താണ്ടി സഞ്ചരിക്കുകയും അവിടെ ദീനീ പ്രബോധനം നടത്തുകയും ചെയ്തത് നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ ഒരു നിമിത്തമെന്നോണം സയ്യിദ് അവർകൾ ബായാറിലേക്ക് പരിശുദ്ധമായ ദീനിൻ്റെ പ്രബോധനത്തിന് വേണ്ടി, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായി വളരെ പിന്നാക്കം നിൽക്കുന്ന, ആത്മീയമായി വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു ഗ്രാമം അള്ളാഹുവിൻ്റെ നിയോഗപ്രകാരം അള്ളാഹു അവിടെ നിന്ന് നിശ്ചയിക്കുകയും ആ നിശ്ചയിച്ചതനുസരിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് 6 വർഷത്തോളമായി ബായാർ എന്ന നാട്ടിൽ മുജമ്മഉ സഖാഫത്തു സുന്നിയ എന്നുള്ള മഹത്തായ സ്ഥാപനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ആ മഹത്തായ സ്ഥാപനം ഉന്നതമായ ഒരു സ്ഥാപനമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലുപരിയായി സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അവിടെ നടക്കുന്ന വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ, അത് സുദീർഘമായി ഞാൻ പറയുന്നില്ല. ഈ സമൂഹത്തിലെ അശരണരായ ആളുകൾക്കൊരത്താണിയായി സയ്യിദുന തങ്ങളവറുകൾ മാറുകയും അതിൽ സമ്പന്നരോ പാവപ്പെട്ടവരോ മതമുള്ളവനോ മതമില്ലാത്തവനോ എന്നതില്ലാതെ ഈ സമൂഹത്തിലെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഏറ്റവും വലുത് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ ശാരീരികമായി ആത്മീയമായി വളരെ പ്രയാസപ്പെടുന്ന സമൂഹത്തിന് ഏറ്റവും വലിയ ആശാകേന്ദ്രമായി സയ്യിദുന തങ്ങളവറുകൾ ഈ സമൂഹത്തിനെ സമുദ്ധരിച്ചു കൊണ്ടിരിക്കുകയാണ്. മാസം തോറും നടക്കുന്ന സലാത്ത് മജ്ലിസ്, അൽഹംദുലില്ലാ നാം അബുദാബിയിൽ സ്വലാത്ത് സയ്യിദുന തങ്ങളവറുകൾ വന്നുകൊണ്ട് സ്ഥാപിച്ച് ഒരുപാട് മുസ്ലിം രാഷ്ട്രങ്ങളിൽ, നമ്മുടെ UAE-യിലെ വ്യത്യസ്തമായ ഇമാറത്തുകളിൽ, സൗദി അറേബ്യയിൽ, ഒമാനിൽ, ഖത്തറിൽ, ബഹ്റൈനിൽ, കുവൈത്തിൽ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും മാസത്തിൽ ബായാർ തങ്ങളുടെ ഇജാസത്തോടുകൂടിയുള്ള സലാത്തുകൾ നടക്കുകയാണ്. അതിലെല്ലാത്തിനും ഒരു മാതൃകയായി നമ്മുടെ അബുദാബിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബായാർ സ്വലാത്ത് നടക്കുന്നത് എല്ലാ ഇംഗ്ലീഷ് മാസവും 3-ാമത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞ രാത്രി, ജുമാ കഴിഞ്ഞ രാത്രിയാണ്. അതേ സമയത്തിൽ അതോടനുബന്ധിച്ച് അതേ സമയത്ത് തന്നെ നമ്മുടെ അബുദാബിയിലെ സ്വലാത്തും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുകയും ആ സ്വലാത്ത് ഒരുപാട് ആളുകൾക്ക് അനുഭവം, അബുദാബിയിൽ നടക്കുന്ന സ്വലാത്ത് ഒരുപാട് ആളുകൾക്ക് അത് അനുഭവമാവുകയും ഒരുപാട് പ്രയാസങ്ങൾ തീർന്നു കിട്ടുകയും ആ തീർന്നു കിട്ടിയപ്പോൾ നമ്മുടെ അബുദാബിയിൽ നടക്കുന്ന സ്വലാത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ അഭിവന്യരായ ഉസ്താദുമാർ, നിങ്ങൾ ബായാർ സ്വലാത്തിന് പോകാൻ നിങ്ങൾ കരുതിക്കോ എന്ന് പറഞ്ഞിട്ട് ആ സന്തോഷം ബായാറിൽ വന്ന് ഞങ്ങൾ അബുദാബിയിൽ നിന്ന് വന്നത്, ഞങ്ങളുടെ പ്രയാസങ്ങൾ അബുദാബിയിൽ നടക്കുന്ന സലാത്തിൽ ഞങ്ങൾ കൂടിയപ്പോൾ ഞങ്ങളെ പ്രയാസം തീർന്നിട്ടുണ്ട്,
ആ സന്തോഷം പറയാൻ, ആ സന്തോഷം പങ്കിടാൻ ഞങ്ങളുടെ അവിടുത്തെ നേതൃത്വം പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ ഇന്ന് ബായാറിലേക്ക് എത്തിപ്പെട്ടത് എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ, അതിൽ നിന്ന് പലരും ഒരുപക്ഷെ ഈ സദസ്സിലുണ്ടാകും. ഞാൻ പറഞ്ഞു വന്നത്, ഈ മാസം തോറും നടക്കുന്ന സലാത്തു മജ്ലിസ് ഒരുപക്ഷെ അതിൽ സാക്ഷികളായ ഒരുപാട് ആളുകൾ ഉണ്ടാകും. 50,000-ൽ മേലെ ആളുകൾ. ബായാർ എന്ന പ്രദേശം ഒരു കുഗ്രാമമാണ്. ആ കുഗ്രാമമായ ബായാറിന് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ജനസഞ്ചയം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്, അതിൻ്റെ കാരണവും പശ്ചാത്തലവും പരിശോധിച്ചു വരുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരുമിച്ച് കൂടുന്ന 10,000-കണക്കിന് ആളുകൾക്ക് അവരുടേതായ ഒരുപാട് അനുഭവങ്ങൾ. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ സയ്യിദുനാ ബായാർ തങ്ങളവர்கள் ആത്മീയമായി ശാരീരികമായി ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകൾക്കുള്ള ആശാകേന്ദ്രമാണ് എന്ന് പറഞ്ഞതിന് അടിവരയിട്ടുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ബായാറിൽ മാസം തോറും നടക്കുന്ന സലാത്തിന് ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നവർ, അവർക്ക് പറയാനുള്ളത് അനുഭവങ്ങളാണ്. എന്തനുഭവമാണ്? തൻ്റെ പിതാവിന് ക്യാൻസർ രോഗം ബാധിച്ചിട്ട് ഡോക്ടർമാരെല്ലാം റിജക്റ്റ് ചെയ്തിട്ട് ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരികയില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് കോടിക്കണക്കിന് രൂപകൾ ചെലവഴിക്കാൻ സന്നദ്ധരായ കുടുംബത്തിനു പോലും വൈദ്യശാസ്ത്രം മടക്കി തിരിച്ചയച്ചപ്പോൾ അവർക്ക് ആശയായി, ഒരു പ്രതീക്ഷയായി, ഇങ്ങനെ ബായാറിൽ ഒരു തങ്ങളുണ്ട്, അവിടെ സ്വലാത്ത് നടക്കുന്നുണ്ട്, ആ സ്വലാത്തിനൊരു പരിഹാരമാകുമെന്ന് വിചാരിച്ചിട്ട് സയ്യിദുനാ തങ്ങളവറുകളെ വന്ന് സമീപിച്ച് വിഷമം പറഞ്ഞ് സ്വലാത്തിൽ കൂടാൻ പറഞ്ഞിട്ട്, ലോകത്തൊരു പ്രയാസവും ലോകത്തൊരു വിഷയവും അള്ളാഹുവിൻ്റെ റസൂലുമായി ബന്ധപ്പെടാതെ നടക്കുകയില്ല. എല്ലാ പ്രയാസങ്ങളും തരുന്നത് അള്ളാഹുവാണെങ്കിൽ ആ പ്രയാസം തീരാൻ എല്ലാ കാരണക്കാരും അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് അവിടുന്ന് സയ്യിദുനാ തങ്ങളവറുകൾ പറയുകയും വെള്ളം മന്ത്രിച്ചു കൊടുക്കുകയും സലാത്തിനു വേണ്ടി കൂടാൻ പറയുകയും ചെയ്തിട്ട് ഒരു 3-4 സലാത്ത് കഴിയുമ്പോൾ എത്രയോ ആളുകളുടെ പിതാക്കൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഞാൻ ഈ സന്ദർഭത്തിൽ പേരെടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തിയെ മാത്രം, മംഗലാപുരത്തടുത്ത അബ്ദുൽ മജീദ് എന്ന ചെറുപ്പക്കാരൻ സൗദിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. നല്ല ജോലി മാത്രമല്ല, അതോടൊപ്പം ബിസിനസ്സും ചെയ്യുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിനേക്ക് ബ്ലഡ് ക്യാൻസർ ബാധിക്കുകയാണ്. ബ്ലഡ് ക്യാൻസർ ബാധിച്ചിട്ട് സൗദിയിൽ നിന്ന് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് മംഗലാപുരത്ത് എല്ലാ ഡോക്ടർമാരെയും സമീപിക്കുകയാണ്. സമീപിച്ചിട്ട് പറഞ്ഞു, നിന്റെ രോഗം നിനക്ക് സുഖമാകുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് ചെന്നൈയിൽ പോയിട്ട് ചെന്നൈയിൽ നിന്ന് റിപ്പോർട്ട് വിദഗ്ധന്മാരായ ഡോക്ടർമാർ പറയുന്നു, നിന്റെ രോഗം സുഖമാകുമോ എന്ന് പരിശോധിക്കണമെങ്കിൽ 40 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ നിനക്കടിച്ചിട്ട് അതിനുശേഷം മാത്രമേ നിനക്ക് രോഗത്തിന് ശമനമുണ്ടാകുമോ എന്ന് പരീക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അബ്ദുൽ മജീദിന്റെ കുടുംബക്കാരന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ബായാർ എന്ന കുഗ്രാമത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്നതിൻ്റെ ലക്ഷ്യമെന്താണ് എന്നതിലേക്ക് നിങ്ങളെ ഞാൻ ശ്രദ്ധ ക്ഷണിക്കാനാണ്. ആ കുടുംബക്കാർ മംഗലാപുരത്ത് യൂണിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് സയ്യിദുനാ തങ്ങളവറുകൾ മംഗലാപുരത്ത് ഒരു പരിപാടിയിലേക്ക് പോയിട്ട് പാതിരാത്രി 3 മണിക്ക് ആ സയ്യിദുനാ തങ്ങളവറുകൾ പരിപാടി കഴിഞ്ഞിട്ടൊരു വീട്ടിൽ നിൽക്കുമ്പോൾ ആ കുടുംബക്കാര് ഒരു അരമണിക്കൂറിന് ആ യൂണിറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാരോട് പറഞ്ഞ് പാതിരാ 3 മണിക്ക് ആ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് മജീദ് എന്ന ചെറുപ്പക്കാരനെ. കൊണ്ടുവന്നിട്ട് പറഞ്ഞു, തങ്ങളെ, ഞങ്ങൾക്കൊരു പരിഹാരമില്ല, ഞങ്ങൾക്ക് വേണ്ട സമ്പത്തുണ്ട്, പക്ഷേ ഞങ്ങളെ ഈ ചെറുപ്പക്കാരനായ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഡോക്ടർമാരൊരു ഉറപ്പും നൽകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പാതിരാത്രി 3 മണിക്ക് സയ്യിദുനാ തങ്ങളവറുകൾ ആ കുടുംബത്തിനോട് പറഞ്ഞു, വിഷമിക്കേണ്ടതില്ല, രോഗം തരുന്നവൻ അല്ലാഹുവാണ്, ശിഫയാക്കുന്നവൻ അല്ലാഹുവാണ്. അള്ളാഹു തന്ന രോഗമാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സുഖപ്പെടുത്താൻ ഈ ഡോക്ടർമാരും ഭൗതികമായ മരുന്നുകളും ഒരു നിമിത്തമാണെങ്കിൽ, എല്ലാ നിമിത്തത്തിൻ്റെയും നിമിത്തമായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സുഖപ്പെടും. നിങ്ങൾ ബായാർ നേറൻ സലാത്തിലേക്ക്, നിങ്ങൾ സലാത്തിലേക്ക് വരുമെന്ന് കരുതിക്കോ എന്ന് പറഞ്ഞിട്ട് പാതിരാത്രി തങ്ങളവറുകൾ വെള്ളം മന്ത്രിച്ചു കൊടുത്തു.
ആ വെള്ളം മന്ത്രിച്ചു കൊടുത്തവർ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അങ്ങനെ ബായാറ് സ്വലാത്ത് കഴിഞ്ഞു, സലാത്ത് കഴിഞ്ഞിട്ട് വീണ്ടും പറയാമെന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാ അതിനുശേഷം നടന്ന സലാത്തിൽ ആ കുടുംബം ഒരുമിച്ച് കൂടിയിട്ട് പിറ്റേ ദിവസം അതേ യൂണിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പറയുന്നു, എന്തോ നിങ്ങളുടെ മകന്റെ അസുഖത്തിന് ശമനമുണ്ടോ, കുറവുണ്ടോ, ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ആ കുടുംബം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കിനി സ്വലാത്ത് മതി എന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാ ആ ചെറുപ്പക്കാരൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ മാസമാണ് സ്വലാത്ത് കഴിഞ്ഞിട്ട് വീണ്ടും സൗദിയിലേക്ക് പോയിട്ട് ഇന്നലെയല്ല മിഞ്ഞാന്ന് സയ്യിദുനാ തങ്ങളവറുകൾ ഇങ്ങോട്ട് വരുന്ന ദിവസം സൗദിയിൽ നിന്ന് ആ മജീദ് എന്ന ചെറുപ്പക്കാരൻ വിളിച്ചു പറയുന്നത്, തങ്ങളെ, ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ഞാൻ സൗദിയിൽ വന്ന് എൻ്റെ പരിപാടികളെല്ലാം ഏർപ്പെട്ടിട്ടുണ്ട്, ഖൈറാകാൻ വേണ്ടി ദുആ ചെയ്യണം. ഇതൊരു ഉദാഹരണമാണെങ്കിൽ നെല്ലിയാടിയിലെ നിസാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ബ്ലഡ് ക്യാൻസർ ബാധിച്ചിട്ട് ചെറിയ ചെറുപ്പക്കാരനാണ്, ഇന്ന് TV9 ബാംഗ്ലൂരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനിക്ക് ബ്ലഡ് ക്യാൻസർ വന്നിട്ട് എല്ലാ ഡോക്ടർമാരും മണിപ്പാളില്, മംഗലാപുരത്ത്, എറണാകുളത്ത്, ബാംഗ്ലൂരില്, ചെന്നൈയില് തുടങ്ങി എല്ലാ ഹോസ്പിറ്റലിലും പരിശോധന നടത്തിയിട്ട് രോഗം സുഖപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ട് വളരെ ശരീരം മെലിഞ്ഞ് അവശനായിട്ട് തങ്ങളെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് കുടുംബം വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, നിസാമിനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം, ഒരുപാട് ഡോക്ടർമാർ ഒരുപാട് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ട്, ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല എന്നാണ് പറഞ്ഞത്. ശരീരം ക്ഷയിച്ചു പോവുകയാണ്, പിന്നെയും ശരീരത്തിൽ നിന്ന് രക്തം ഉൽപാദനം നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ തങ്ങളവറുകൾ അല്ലാഹുവിന്റെ റസൂലിനെ സാക്ഷി നിർത്തിയിട്ട് ആ കുടുംബത്തിനോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ ബായാറ് സ്വലാത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടാൻ അതിനുവേണ്ടി നീയത്ത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് വെള്ളം മന്ത്രിച്ചു കൊടുത്തിട്ട് ആ നിസാം എന്ന ചെറുപ്പക്കാരൻ 3 മാസത്തിന്റെ സ്വലാത്ത് കഴിയുമ്പോഴേക്ക് പരിപൂർണമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് മാത്രമല്ല, മണിപ്പാൾ ഹോസ്പിറ്റലിലെ റിപ്പോർട്ട്, ബാംഗ്ലൂരിലെ റിപ്പോർട്ട്, ചെന്നൈയിലെ റിപ്പോർട്ട്, എല്ലാ റിപ്പോർട്ടുകളും തങ്ങളെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് പരിശോധിക്കട്ടെ, എൻ്റെ നേരത്തെയുള്ള റിപ്പോർട്ടുകൾ ഇതാണെന്ന് പറഞ്ഞപ്പോ വീണ്ടും ചെന്നൈയിൽ പോയിട്ട് പരിശോധിച്ചതേ ഹോസ്പിറ്റലിൽ പോയിട്ട് പരിശോധിച്ചപ്പോ ഡോക്ടർമാർ പറഞ്ഞത്, നിന്റെ ശരീരത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്, നിനക്ക് നേരത്തെയുള്ള ഒരു രോഗത്തിന്റെ ലക്ഷണം പോലും നിന്റെ ശരീരത്തിൽ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ നിസാമുദ്ദീൻ എന്ന ചെറുപ്പക്കാരൻ ഇന്ന് മന്ദസ്സോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് അവന്റെ കർമ്മങ്ങളെല്ലാം അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ 100 കണക്കിന് ആളുകൾക്ക് ബയാർ തങ്ങളവറുകൾ വളരെ ആശയാണ്, ഒരു പ്രതീക്ഷയാണ്. ഈ സമൂഹത്തിലെ സമ്പന്നരായ ആളുകൾ ഉണ്ടാകാം, മതമുള്ളവരുണ്ടാകാം, മതമില്ലാത്തവരുണ്ടാകാം, എല്ലാവർക്കും സയ്യിദുനാ തങ്ങളവറുകൾ അവിടുന്ന് പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ലോകത്ത് നേടിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വലിയ ആത്മീയമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുമ്പോ ഇന്നലെ ഇങ്ങോട്ട് വരുമ്പോ പാലക്കാട് ജില്ലക്കാരനായ ഒരു മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, തങ്ങളവറുകളെ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി, എനിക്ക് മക്കളുണ്ടാവുകയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ട് ഞാൻ ആരോ പറയുന്നത് കേട്ടു, ബായാർ തങ്ങളുണ്ട്, തങ്ങളെ സ്വലാത്തുണ്ട്, അത് കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ അങ്ങനെ നീയത്ത് ചെയ്തു വന്നിട്ട് 3 മാസമായി ഞാൻ എൻ്റെ ഭാര്യയും കൂട്ടിയിട്ട് സ്വലാത്തിന് വരുന്നത്. അൽഹംദുലില്ലാ വിളിച്ചു പറയുന്നത്, ഇപ്പോൾ എൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന സന്തോഷമാണ് തങ്ങളോട് വിളിച്ചു പറഞ്ഞതെങ്കിലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ 100 കൂട്ടം അനുഭവങ്ങൾ ജീവിതത്തിന്റെ നാനാതുറകളിലുള്ള ആളുകൾക്ക് ബായാർ മുജമ്മയിൽ നടക്കുന്ന മഹത്തായ സ്വലാത്ത് മജ്ലിസ് കാരണമായിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സയ്യിദുനാ തങ്ങളവറുകൾ ഈ 10,000 ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ 50,000-ൽ പരം ആളുകൾ ഒരുമിച്ച് കൂടുന്ന മഹത്തായ സലാത്ത് മജ്ലിസ്, അത് സമ്പത്തിന്റെ
കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള സാമ്പത്തികമായ ഒരു നേട്ടത്തിന് വേണ്ടിയുള്ള മജ്ലിസ് എന്നും അല്ല എന്ന് മാത്രമല്ല, സയ്യിദുനാ തങ്ങളവറുകൾ പറയുന്നത് ഇതൊരു സ്വലാത്ത് പിരിവിന്റെ സ്വലാത്തല്ല, ഇത് സമ്പത്തുണ്ടാക്കാനുള്ള സ്വലാത്തല്ല, മറിച്ച് ഈ വിശ്വാസികളെ മനസ്സിലേക്ക്, വിശ്വാസികൾ ആത്മീയമായ അവർക്കുള്ള ആത്മീയമായ ഉന്നതിക്ക് വേണ്ടിയുള്ള, അവർക്ക് ശാരീരികമായി വിഷമം നേരിടുന്നവർക്ക് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഒരു പരിഹാരം കാണിക്കാൻ കഴിഞ്ഞാൽ അത് പ്രചരിപ്പിക്കുന്നത് നേതാവായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്, അവിടുത്തെ മഹബ്ബത്തിനെയാണ്, അവിടുത്തെ സ്വലാത്തിനെയാണ്. അത് മതി നമ്മുടെ പാരത്രിക ലോകത്തിന്റെ വിജയത്തിന് നിതാന്തമായിട്ട് എന്ന് സയ്യിദുനാ തങ്ങളവറുകൾ ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഇന്ന് സയ്യിദുനാ തങ്ങളവറുകളുടെ നേതൃത്വത്തിൽ മഹത്തായ മുജമ്മ എന്ന് പറയുന്ന സ്ഥാപനം വളരെ ഉന്നതമായ നിലക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് താമസിച്ചു പഠിക്കുന്ന 100-ൽ പരം വിദ്യാർത്ഥികൾ, ദിവസവും വന്നുപോകുന്ന 500ഓളം വിദ്യാർത്ഥികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ സ്ഥാപനം. അതിനേക്കാൾ ഉപരി മാസം തോറും 600ഓളം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സയ്യിദുനാ തങ്ങളവറുകളുടെ നേതൃത്വത്തിലോ അവിടെ നിന്ന് റേഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ രൂപത്തിലുള്ള ജീവകാരുണ്യ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകൾ കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അപ്പോൾ ഈ പരിപാടി നമുക്ക് UAE-യുടെ ഒരു ആദരവായിട്ട് നാം സമർപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്, അമ്മാ ബഅദ്. ഈ സദസ്സിൻ്റെ ഗുരുവായ ബഹുമാനപ്പെട്ട അസ്സയ്യിദ് അബ്ദുറഹ്മാൻ എംബിച്ചുകോയ തങ്ങൾ, ഇവിടെ എത്തിയിരിക്കുന്ന സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, ICF-ൻ്റെയും KCF-ൻ്റെയും RSC-യുടെയും നേതാക്കന്മാർ, പ്രവർത്തകർ, അൽഹംദുലില്ലാഹ് വളരെ പുണ്യമേറിയ സ്വലാത്ത് മജ്ലിസിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് നാം എല്ലാവരും. വളരെ തിരക്കിൽ പ്രവാസികൾ എന്നും പ്രയാസം അനുഭവപ്പെടുന്നവരാണ്. നാട്ടിലുള്ളതുപോലെ ആത്മീയ നേതൃത്വമോ പണ്ഡിത നിരയോ നമുക്ക് അബുദാബിയിൽ കാണാൻ കഴിയില്ല. അതേസമയം നിരവധി പണ്ഡിതന്മാർ, സാദാത്യങ്ങൾ നമ്മുടെ അബുദാബിയിലൂടെ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ സയ്യിദന്മാരും പണ്ഡിതന്മാരും തങ്ങന്മാരും അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടിയുള്ള ഒരു സദസ്സിൽ പങ്കെടുക്കുക എന്നുള്ളത് പ്രവാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിലപ്പോൾ മാത്രം കിട്ടുന്ന ഒരു നിധിയാണ്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ബായാർ തങ്ങൾ എന്നറിയപ്പെടുന്ന കേരളക്കരയിലും കർണാടകയിലും നിരവധി സ്വലാത്ത് മജ്ലിസുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അസ്സയ്യിദ് അബ്ദുറഹ്മാൻ എംബിച്ചുകോയ തങ്ങൾ പങ്കെടുക്കുന്ന ഒരു സ്വലാത്ത് മജ്ലിസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ വിശ്വാസികളായ നിങ്ങളൊക്കെയും ഇവിടെ വന്നെത്തിയത്. തീർച്ചയായും ഇത്തരം സദസ്സുകളെ നാം നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തി ആത്മീയമായും ശാരീരികമായും സാമ്പത്തികമായും നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയുവാനുള്ള ഒരു വേദിയായി ഇത്തരം സദസ്സുകളെ കാണേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ടവർ, മുജമ്മഉ സഖാഫത്തു സുന്നിയ എന്ന് പറയുന്ന ബായാറിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ മേധാവിയാണ്. അതോടൊപ്പം
നേരത്തെ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് സഖാഫി പറഞ്ഞ ബായാറിൽ നടക്കുന്ന വലിയ ആത്മീയ സദസ്സിൻ്റെ തേജപുഞ്ചമാണ്, ആത്മീയ സദസ്സിൻ്റെ നേതൃത്വമാണ്. പതിനായിരങ്ങൾ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ബായാറിലേക്ക് വരാറുണ്ട്. നിങ്ങളും ഞാനും എല്ലാവരും ആ സദസ്സിൽ പങ്കെടുത്തവരാണ്. അതല്ലെങ്കിൽ ആ സദസ്സ് പലപ്പോഴായി മീഡിയകളിലൂടെ കണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ ബായാറ് സ്വലാത്ത് മജ്ലിസിൻ്റെ ഗുരുവും അതുപോലെ ഒട്ടനവധി സ്വലാത്ത് മജ്ലിസുകൾ നിയന്ത്രിക്കുന്ന ആത്മീയ ലോകത്തിലെ വിഹായസ്സായ ബഹുമാനപ്പെട്ട അസയ്യദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചുകോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു സ്വലാത്ത് മജ്ലിസിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയ ഒരു ഭാഗ്യമാണ്. ഞാനിവിടെ ദീർഘിപ്പിക്കുന്നില്ല. ഈ മഹത്തായ വേദിയിൽ ഒരുപാട് പണ്ഡിതന്മാർ ICF-ൻ്റെയും KCF-ൻ്റെയും RSCയുടെയും നേതാക്കന്മാർ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ വളരെയധികം ഹൃദ്യമായ സ്വാഗതം ഓതുകയാണ്. അതേസമയം നാം ഈ രാഷ്ട്രത്തിൻ്റെ 44-ാം ഈദുൽ ഇത്തിഹാദ്, അത് ഈ രാഷ്ട്രത്തിൻ്റെ ബഹുമാനപ്പെട്ട ബനിയാസ് കുറ്റൂർ ഹാജി സ്വാഗതം ചെയ്യുന്നു. നാം എല്ലാവരും ഇപ്പോൾ ഒരു സുദിനം ആഘോഷിക്കുന്നതിൻ്റെ മറവിലാണ്. وكل عام والإمارات وشعبها بخير. دولتنا الحبيبة دولة الإمارات العربية المتحدة تحتفل بالذكرى 44 لقيام هذه الدولة العظيمة، وأثناء هذه الاحتفالات يعم أبناء هذا الوطن الفرح والسرور، ويسعدنا ويشرفنا نحن الجاليات الهنود أن ننضم إلى فرحهم وبهجتهم، ونعبر عن أخلص تهانينا وتبريكاتنا إلى صاحب السمو الشيخ خليفة بن زايد آل نهيان رئيس الدولة حفظه الله ورعاه، وإلى صاحب السمو الشيخ محمد بن راشد آل مكتوم نائب رئيس الدولة رئيس مجلس الوزراء حاكم دبي رعاه الله، وصاحب السمو الشيخ محمد بن زايد آل نهيان ولي عهد أبو ظبي نائب القائد الأعلى للقوات المسلحة، وأصحاب السمو الشيوخ أعضاء المجلس الأعلى للاتحاد حكام الإمارات، وإلى شعب الإمارات الكريم. وكذلك نقف وقفة إجلال وإكرام لتضحيات وبطولات شهداء الوطن الذين قدموا دماءهم وأرواحهم من أجل ترسيخ دعائم السلام والاستقرار، وندعو من صميم قلوبنا لمؤسس دولة الإمارات القائد المرحوم المغفور بإذن الله الشيخ زايد بن سلطان آل نهيان طيب الله ثراه. ഞാൻ അധ്യക്ഷൻ അവറുകളെ സാദരം ഈ വേദിയിലേക്ക് സദസ്സീയതയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ സംഘടനാ ശക്തിയും നമ്മുടെ കഴിവുകളും നമ്മുടെ സ്രോതസ്സുകളുമൊക്കെ ഇൻഷാ അള്ളാഹ് ഒന്നുകൂടെ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് കേരളത്തിലുടനീളം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയും മഞ്ചേശ്വരം മുതൽ പാറശാല വരെയും നീണ്ടുകിടക്കുന്ന നമ്മുടെ കേരളക്കരയിൽ നമ്മുടെ പ്രാസ്ഥാനിക മുന്നേറ്റത്തിൻ്റെ ഏറ്റവും വലിയ ബഹിർപ്രകടനമായി അടയാളമായി നിലനിൽക്കുന്നത് നമ്മുടെ സ്ഥാപനങ്ങളാണ്. ഓരോ ജില്ലകളിലും ഓരോ താലൂക്കുകളിലും ഓരോ സോണുകളിലും ഓരോ ഡിവിഷനുകളിലുമൊക്കെയായി നമ്മുടെ സ്ഥാപനങ്ങൾ വളരെ വലുതായി പടർന്നു പന്തലിച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നിരായ സയ്യിദ് അവർകൾ ഇൻഷാ അള്ളാഹ് മഹാനവർകളുടെ സ്ഥാപനത്തെക്കുറിച്ച് നമ്മോട് പറയും.
നമ്മുടെ ഗൾഫിലുള്ള, നമ്മുടെ ഇമാറാത്തിലുള്ള, അബുദാബിയിലുള്ള ഓരോ പ്രവർത്തകരും പ്രവാസിയും അവരുടെ നാട്ടിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. അൽഹംദുലില്ലാഹ്, നാമൊക്കെ സന്തോഷിക്കുകയാണ്. പള്ളികളും മദ്രസകളും ഒരുപാട് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുമൊക്കെ വളർന്നു പന്തലിച്ച് വളരെ പുരോഗതിയോടുകൂടെ കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ഉപകരിക്കുന്ന വലിയ വലിയ സൂനങ്ങളെ സമ്മാനങ്ങളായി നമുക്ക് നൽകുമ്പോൾ അൽഹംദുലില്ലാഹ് നാമൊക്കെ സന്തോഷിക്കുകയാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച, കാലാകാലങ്ങളായി പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ സംഘടനാ നേതാക്കൾ, നമ്മുടെ പ്രവർത്തകർ, സഹായിക്കുന്ന, സഹകരിക്കുന്ന മുഴുവൻ ആളുകൾ, ഇതുവരെ സഹകരിച്ച ആളുകളൊക്കെ നാം ഈ തരുണത്തിൽ ഓർക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അവർക്കെല്ലാം അന്യരായ സാദാത്യങ്ങളുടെ, പ്രത്യേകിച്ച് ബായാർ തങ്ങളുടെയൊക്കെ ദുആയുണ്ടാകും. നമുക്ക് ആ ദുആ പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടെ വന്നത്. ഞാൻ കൂടുതൽ സംസാരം നീട്ടുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന എന്ന മഹത്തായ വാക്യം ഈ വേദിക്ക് സമ്മാനിച്ചുകൊണ്ട് ഈ മഹത്തായ വേദി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ഏറ്റവും ബഹുമാനാദരവുള്ള ബഹുവന്യരായ തങ്ങളവറുകളെ, മഹത്തായ ICF-ന്റെ, KCF-ന്റെ, RSA-യുടെ നേതാക്കളെ, മുജമ്മ സഅദിയ തുടങ്ങി മർക്കസ് മഖറടക്കമുള്ള നിരവധി സ്ഥാപന മേധാവികൾ, പ്രവർത്തകർ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ നേതാക്കളെ, പ്രവർത്തകരെ, ഒരധിക പ്രസംഗം നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ബഹുന്യരായ തങ്ങളവറുകളുടെ നസീഹത്തും ദുആയുമാണ്. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെയുള്ള പ്രത്യേകമായ ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങളെ ഒന്ന് നേരിട്ട് കാണാൻ നമുക്ക് വളരെയേറെ സൗകര്യം ഇവിടെ കിട്ടിയിട്ടുണ്ട്. നാട്ടിലാണെങ്കിൽ നമുക്കറിയാം, ഇന്നലെ മലപ്പുറത്തുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, മലപ്പുറത്തും തങ്ങൾ 1-2 ദിവസം ഇരിക്കാറുണ്ട്. തങ്ങളെ നാട്ടിൽ സ്വബീ നിസ്കാരത്തിന് തങ്ങളെ നാട്ടിലേക്ക് എത്തിയാൽ 300-250 ടോക്കൺ നമ്പറാണ് കിട്ടാറുള്ളത്. ആ നിലക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് വലിയൊരു സമൂഹം തങ്ങളിലൂടെ മഹത്തായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശത്തിലേക്കും ശാരീരികമായി മാനസികമായി പ്രയാസപ്പെടുന്നവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തോടൊപ്പം ഒറ്റ കാര്യമേ ഞാൻ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. മഹാനായ അഷ്റഫുൽ ഹൽക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പര ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിൻ്റെ ഹബീബ് ജീവിതകാലത്ത് ചെയ്തിരുന്ന സർവ്വസംഗതികളും അവിടുത്തെ സന്താനങ്ങളിലൂടെ നേരിട്ട് അവിടുന്ന് നിയന്ത്രിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കവിടെയുള്ള സന്താന പരമ്പരയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബായാറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ, വടക്കൻ കേരളത്തിൻ്റെ അങ്ങേയറ്റവും ദക്ഷിണ കർണാടകയുടെ തുടക്കമായതുകൊണ്ട് ബായാർ എന്നുള്ളത് വളരെ ഉൾപ്രദേശമാണ്. ഇപ്പോൾ വലിയ പേര് ആ രാജ്യത്തിന് ലഭിച്ചിട്ടുണ്ട്. ആരും അതിൽ നമ്മളെ നാട് ഉൾപ്രദേശമാണെന്ന് പറഞ്ഞു എന്ന് ആർക്കും വിഷമം വേണ്ട. നാട്ടിൽ ഉള്ളത് യാഥാർത്ഥ്യം പറയണമല്ലോ. ഏതായാലും ആ ഭാഗങ്ങളിൽ നമ്മുടെ സലാത്തും പരിപാടിയും അതിനെല്ലാം അപ്പുറത്ത് ഏറ്റവും വലുതായി നാം കാണുന്ന ഒരു വിഷയം, പ്രാസ്ഥാനിക രംഗത്ത് ഒമ്പിച്ച ഒരു മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ആ ഏരിയയിൽ നമുക്ക് ആ സലാത്തിലൂടെ തങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം വിസ്മരിച്ചു പോകണ്ട. ആ ഭാഗങ്ങളിൽ സംഘടനയുടെ പ്രവർത്തനവും സംഘടനയുടെ നേതൃത്വം ആ ഭാഗത്ത് പ്രവേശിക്കാൻ കാലങ്ങൾ പിടിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു വേദി ഉണ്ടായിരുന്നില്ലെങ്കിൽ തങ്ങളുടെ അവിടെയുള്ള പ്രവേശനത്തോടുകൂടി അൽഹംദുലില്ലാഹ് സാധാരണ ചെറിയ നേതാക്കളടക്കം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യനായ അധ്യക്ഷൻ വന്യരായ സുലൈമാൻ ഉസ്താദ് വരെ, കർണാടകയിലെ ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യനായ പ്രസിഡന്റ് ബേക്കൽ ഉസ്താദ് വരെ സർവ്വ നേതാക്കളെയും അവിടെയുള്ള ആയിരക്കണക്കിന് 10,000-കണക്കിന് പ്രവർത്തകർക്ക് പരിചയപ്പെടുത്താനും സംഘടന എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും നമ്മുടെ പ്രാസ്ഥാനിക ചിട്ടയും ബഹുമാനും ആദരവും പ്രസ്ഥാനത്തോട് ഉണ്ടാക്കിയെടുക്കാൻ ആ വലിയ സദസ്സിലൂടെ തങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ആരും വിസ്മരിക്കാൻ പാടില്ലാത്ത ഏറ്റവും വലിയ പോയിന്റായി നിൽക്കേണ്ട ഒരു സംഗതിയാണ്. അല്ലാഹു തആല ഇനിയും ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് മഹാനായ തങ്ങളുടെ സ്ഥാപനത്തെയും ആ സദസ്സിനെ ഉയർത്തുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എല്ലാവിടെ എത്തിപ്പെടാൻ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ജോലി സംബന്ധമായുള്ള ആളുകളൊക്കെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ ദുആയിൽ അവർ ഉൾപ്പെടും. പ്രത്യേകിച്ച് ഈ രാജ്യത്തിൻ്റെ നാഷണൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാജ്യത്തിന് അല്ലാഹു തആല നൽകിയ 2
വലിയ സംഭവമാണ്. രാജ്യത്തിലുള്ള ഏറ്റവും പ്രധാനമായ ഒരു വിഷയമാണ്. ഇവിടത്തേക്ക് കൊടുത്ത ഏറ്റവും വലിയ നിഅമത്താണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ ഈ രാജ്യത്തും മുസ്ലിം രാജ്യത്തും മൊത്തവും നമ്മുടെ രാജ്യത്തും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളിൽ കിട്ടുന്ന വലിയ കാരുണ്യം, അവരുടെ റഹ്മും അല്ലാഹു എന്നെന്നും ഖിയാമത്ത് നാൾ വരെ പരമ്പരാഗതമായി ഇതുപോലെയുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ പോറ്റി സംരക്ഷിക്കാനുള്ള സർവ്വ നിഅമത്തും അല്ലാഹു ഈ രാജ്യത്ത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തങ്ങളെ ക്ഷണിക്കുകയാണ്. അതിന് മുമ്പ് ഒരുപാട് കർണാടകക്കാരുള്ളത് കൊണ്ട് കന്നഡത്തിൽ 2 വാക്ക് ആശംസയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട INC KCF-ന്റെ സെക്രട്ടറി ഷെയ്ഖ് ബാബ 2 മിനിറ്റ് കൊണ്ടുള്ള ആശംസ കന്നഡയിൽ തന്നെ നടത്തണം. ആ കന്നഡക്ക് വേണ്ടിയാണ് ക്ഷണിക്കുന്നത്. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് പിന്നീട് തങ്ങളിലേക്ക് പോകും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ನಮ್ಮೆಲ್ಲರ ಕಣ್ಮಣಿಯಾದ ಸಾದಾತು ವರಿಯರಾದಂತಹ ಬಾಯಾರ್ ತಂಗಳವರೇ, ಇನ್ನಿತರ ಉಲಮಾ ಉಮರ ನೇತಾರರೇ ಹಾಗೂ ಮುಜಮ್ಮ ಸಲಾತನ್ನು ಗೌರವಿಸಿ ಇಷ್ಟಪಟ್ಟು ಬಂದಂತಹ ನನ್ನ ಸಹೋದರರೇ, ಅಧಿಕವಾಗಿ ಮಾತನಾಡಲಿಕ್ಕೆ ನಾನು ಬಯಸುವುದಿಲ್ಲ. ಯಾಕೆಂತ ಹೇಳಿದರೆ ಈ ಸದಸ್ಸು ಇಲ್ಲಿ ನೀವೆಲ್ಲ ಕಾತರದಿಂದ ಕಾತಿರೋದು ತಂಗಳವರ ನಸೀಹತ್. ಬಾಯಾರ್ನಲ್ಲಿ ನಡೆಯುತ್ತಿರುವಂಥ ಎಲ್ಲ ಕರ್ಮಗಳಿಗೂ KCF INC ವತಿಯಿಂದ ಆಶಂಸೆಗಳನ್ನು ಹೇಳುತ್ತಾ ನನ್ನ ಮಾತನ್ನು ಇಲ್ಲಿಗೆ ನಿಲ್ಲಿಸ್ತಾ ಇದ್ದೇನೆ. ಆಖಿರ್ ದಅವಾನಾ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. ബഹുമാനപ്പെട്ട തങ്ങളവർ ആദരവും സദസ്സിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حالتنا أدركنا. يا أكرم الثقلين يا كنز الورى جد لي بجودك وارضني برضاك. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل على حبيبك خير الخلق كلهم. أرحم الراحمين അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നിന്റെ ഫضല് കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട്, നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് ഇതിനോട് സഹായിച്ച് സഹകരിച്ച് എത്തിപ്പെട്ട സകല സാദാത്തുക്കൾ, ഉലമാ, ഉമറാ, സാധാരണക്കാർ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാന്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, രോഗികളാക്കല്ല അല്ലാഹ്, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്.
ഒന്നിരായ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങൾ, സയ്യിദുന താജുൽ അലമ, സയ്യിദുന പൊസോട്ട് തങ്ങൾ, ഷേഖുന നൂറുൽ അലമ അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ICF-ൻ്റെയും KCF-ൻ്റെയും RSC-യുടെയും മറ്റ് സുന്നത്ത് ജമാഅത്തിൻ്റെ മർക്കസ് അടക്കം, സഅദിയ അടക്കം, മഅദിനടക്കം, മദ്ഹർ അടക്കം, മുഹിമ്മാത്ത് അടക്കമുള്ള ഒരുപാട് അഹ്ലുസുന്നയുടെ സ്ഥാപനങ്ങളുടെ നേതാക്കളും പ്രവർത്തകരും സ്നേഹികളും, പ്രത്യേകമായി ബായാർ മുജമ്മഅൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു സുദീർഘമായ പ്രഭാഷണത്തിന് അവസരമില്ല, അതുകൊണ്ട് പ്രഭാഷണത്തിലേക്ക് കടക്കാതെ ഈ ഇമാറാത്ത് ഇപ്പോൾ നാഷണൽ ആഘോഷം നടത്തുന്ന ഈ സമയം ഈ മഹത്തായ രാഷ്ട്രത്തിന് നയിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾ, അവർക്ക് മുഴുവനും അള്ളാഹു റഹ്മത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ, സലാമത്ത് നൽകുമാറാകട്ടെ. ഈ പരിശുദ്ധ മജ്ലിസ് ഇന്ന് നാം ഇവിടെ സംഗമിച്ചത് ഒരുപാട് പ്രഗത്ഭരായ ബഹുമാനപ്പെട്ട സയദി ഉൾപ്പെടെ, തഖാഫി ഉൾപ്പെടെ, കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജി ഉൾപ്പെടെ, നമ്മുടെ ഒരുപാട് ഷേഖ് ബാവ നെൽക്ക ഹാജി ഉൾപ്പെടെ ഒരുപാട് നേതാക്കൾ നമ്മുടെ ഈ മഹത്തായ വേദിയിൽ നേരത്തെ തന്നെ എത്തിപ്പെട്ടു. ഇന്നിവിടെ സംഘടിപ്പിച്ച മജ്ലിസ് എല്ലാവർക്കും അറിയാം. ബായാർ സ്വലാത്ത് മജ്ലിസ് വളരെ വിപുലമായി കാസർഗോഡ് ജില്ലയിലെ ബായാർ എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ കുഗ്രാമമായ, നേരത്തെ സാഹിത്യ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെയാണ്, അവിടേക്ക് എത്തിപ്പെടാനുള്ള പ്രയാസം ചെറുതല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ബായാർ സ്വലാത്ത്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ഓരോ സ്വലാത്തിനും 10,000 19,000 60,000 ആളുകൾ മാസാമാസം ഒരു നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് അവിടേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നു. ആ മഹത്തായ സ്വലാത്ത് മജ്ലിസിൽ സംബന്ധിച്ച ഷൈഖുന താജുൽ ഉലമ അങ്ങേയറ്റത്തെ വാർദ്ധക്യ സഹജത്തിൽ ഒരടി നടക്കാൻ പോലും കഴിയാത്ത സമയമാണ്. ബായാർ സ്വലാത്തിന് വന്ന് എന്തു വേണം വാപ്പോ എന്ന് ചോദിച്ച് ഒരുപാട് സമയം റൂമിൽ മണിക്കൂറുകളോളം ഇരുന്ന് സ്റ്റേജിൽ വന്ന് ഉപദേശം നൽകി ദ്വാരന്ന് ഇനി ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു. ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ബഹുമാനപ്പെട്ടവർ വിദേശ യാത്ര കഴിഞ്ഞ് നേരെ ബജിപ്പ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നേരെ മറ്റു പ്രോഗ്രാമുകളെല്ലാം ക്യാൻസൽ ചെയ്ത് ഞാൻ ബായാർ സ്വലാത്തിൽ തന്നെ സംബന്ധിക്കുന്നു, ഇന്ന് മറ്റെവിടേക്കും പോകുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ സ്വലാത്ത് തീരുവോളം ഇവിടെ തന്നെ ഉണ്ട് തങ്ങളെ എന്ന് പറഞ്ഞ് 4 മണിക്കൂറോളം അവിടെ മജ്ലിസിലിരിക്കുകയും, അതുപോലെ ഷെയ്ഖുന സുലൈമാൻ ഉസ്താദ് റയീസുൽ ഉലമ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അങ്ങേയറ്റത്തെ രോഗം കാരണം ഒരിക്കലും യാത്ര ഡോക്ടർമാർ അനുവദിക്കാത്ത സമയം എൻ്റെ രോഗം സുഖപ്പെടും, ബായാർ സ്വലാത്തിന് വന്നാൽ എന്ന് നിങ്ങൾ ഉറപ്പ് തന്നാൽ ഞാൻ വരാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഉസ്താദിൻ്റെ രോഗം സുഖപ്പെടുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. അപ്പം എന്നോട് പറഞ്ഞ് പാപ്പ അങ്ങനെ പറഞ്ഞാൽ ഞാൻ വരാം എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാ സുലൈമാൻ ഉസ്താദ് വന്ന് ദീർഘമായ നിലക്ക്
അവിടെ മജ്ലിസിൽ സംസാരിക്കുകയും ദ്വാരക്കുകയും ഒക്കെ ചെയ്ത വലിയ വലിയ മഹാന്മാർ, പൊന്മള ഉസ്താദ്, സയ്യിദുന ഖലീൽ ബുഖാരി തങ്ങളടക്കം, പൊസോട്ട് തങ്ങളടക്കമുള്ള നമ്മുടെ സകല അഹ്ലുസുന്നയുടെ ഉലമാ സദാത്തുക്കൾ സംബന്ധിച്ച മഹത്തായ ബായാർ സ്വലാത്ത് മജ്ലിസിൽ എത്രയോ ജന്മന സംസാരിക്കാത്ത 10-11 വയസ്സ് വരെ സംസാരിക്കാത്ത കുട്ടികൾ സംസാരിച്ച, ജന്മന കാഴ്ചയില്ലാത്തവർക്ക് അള്ളാഹു കാഴ്ച കൊടുത്ത, വലിയ വലിയ മാരകമായ രോഗങ്ങൾ, ബ്ലഡ് ക്യാൻസർ ബാധിച്ചിട്ട് ഇന്ത്യയിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ വിദഗ്ധന്മാരായ ക്യാൻസർ രോഗ വിദഗ്ധന്മാർ ഇത് 4th സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്തിട്ട് മാഷാ അള്ളാഹ് മയ്യത്ത് പോലെ താങ്ങിക്കൊണ്ടുവന്ന് ഒരു മരുന്നുമില്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുഖം നൽകിയ, ഇപ്പോഴും ഞാൻ സ്റ്റേജിലെത്തിയപ്പോൾ ഇവിടുന്ന് ഒരു ലിസ്റ്റ് തന്നത്, ഞാൻ മിനിഞ്ഞാന്ന് വീട്ടിൽ നിന്ന് വരുന്ന വഴിയിൽ പൊട്ടച്ചിറ, പാലക്കാട് ജില്ലയിലെ പൊട്ടച്ചിറ അൻവരിയ കോളേജിൻ്റെ അടുത്തുള്ള മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് 25 വർഷമായി കല്യാണം കഴിച്ച് മക്കളില്ല. സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ടു ഭാര്യ ഗർഭിണിയാണെന്ന സന്തോഷം പറഞ്ഞ് എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മക്കളെ നൽകിയ, ഓപ്പറേഷത്തിന് ഡേറ്റ് കൊടുത്ത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പച്ച ഡ്രസ്സ് മാറ്റിയിട്ട് അതാ ഓപ്പറേഷൻ ചെയ്യാൻ റെഡിയായിട്ട് ഓപ്പറേഷൻ വേണ്ട എന്ന അത്ഭുതത്തോടെ തിയേറ്ററിൽ നിന്ന് കെട്ടിവെച്ച പണം പോലും സ്കാനിങ്ങിൻ്റെ 10,000 മാത്രം ബാക്കി വെച്ച് ബാക്കി സംഖ്യ തിരിച്ചു കൊടുത്ത നിരവധി അനുഭവങ്ങൾ നമ്മോട് പറഞ്ഞത് നമ്മുടെ അനുഭവത്തിലുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ജനങ്ങൾക്ക് ജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ബായാർ എന്ന് പറയുന്ന നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ ലോകത്തിൻ്റെ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തുന്നത്. ആ മഹത്തായ സ്വലാത്ത് മജ്ലിസ് കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നു. അതുപോലെ മലപ്പുറം ജില്ലയിലെ മൂന്നാക്കലിൽ ഞാനും ബഹുമാനപ്പെട്ട കൊളത്തൂർ അലവി സഖാഫി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരെല്ലാവരും കൂടി ഒരു വർഷത്തോളമായി അവിടെ സ്വലാത്ത് മജ്ലിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അറബ് നാടുകളിൽ ബഹ്റൈനിലും അതുപോലെ ഒമാനിലും അതുപോലെ സൗദിയിലും അതുപോലെ UAE-യിലും ഖത്തറിലും ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും ബായാർ സ്വലാത്ത് നടക്കുകയാണ്. UAE-യിൽ, ഇമാറാത്തിൽ, അബുദാബിയിൽ മാസം തോറും നമ്മുടെ നൽക അബ്ദുള്ള ഹാജിയുടെ വീട്ടിൽ വെച്ച് നടക്കുന്ന സ്വലാത്ത് മജ്ലിസിൻ്റെ വാർഷികം സംഘടിപ്പിച്ചിട്ടാണ് ഇന്ന് ഈ മജ്ലിസിൽ നാം സമ്മേളിച്ചത്. അള്ളാഹു നീ കബൂലാക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ അബുദാബിയിൽ നൽക ഹാജിയുടെ വീട്ടിൽ വളരെ വിഷമങ്ങൾ സഹിച്ചുകൊണ്ട് ജോലി തിരക്കും മറ്റുമൊക്കെ മാറ്റി അവരുടെ കാര്യങ്ങൾ എളുപ്പമാകാൻ, വിഷമങ്ങൾ തീർന്നു കിട്ടാൻ, കുടുംബത്തിലും അവരിലും സ്വന്തത്തിലൊക്കെ ഉള്ള രോഗങ്ങൾക്ക് പരിഹാരം കിട്ടാൻ, ആഖിബത്ത് നന്നാവാൻ, ആഖിറം സലാമത്താകാൻ ഒക്കെ ഉദ്ദേശിച്ചു കൊണ്ട് എത്തിപ്പെട്ടവർക്ക് ദുനിയാവും ആഖിറവും സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങളൊക്കെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. ഞാൻ സുദീർഘമായിട്ട് പറയുന്നില്ല. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സ്വലാത്ത്, തങ്ങളുമായിട്ടുള്ള ബന്ധം സാധാരണ നിലക്ക് പറഞ്ഞാൽ ഒരു മകൻ വളരെ മോശപ്പെട്ട നിലക്ക് ജീവിക്കുകയാണ്. എല്ലാ ക്രമങ്ങളിലും എല്ലാ വേണ്ടാതരങ്ങളിലും നാട്ടുകാരെ, പരിസര നാട്ടുകാരൊക്കെ വെറുപ്പിച്ച് ബുദ്ധിമുട്ടാക്കി പ്രയാസപ്പെടുത്തി ചിന്തയില്ലാതെ ജീവിക്കുന്ന ഒരു മകൻ, ആ മകനെ സംബന്ധിച്ച് ബാപ്പനോട് വന്ന് എല്ലാവരും പരാതി പറയാണ്, നിങ്ങളെ മാനെ കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ ബുദ്ധിമുട്ടാക്കി, അവിടെ കുഴപ്പമുണ്ടാക്കി, ഇവിടെ പ്രശ്നം ഉണ്ടാക്കി എന്നിങ്ങനെ കേൾക്കുമ്പോൾ ബാപ്പക്ക് സഹിക്കാൻ കഴിയില്ല. മനസ്സ് മുട്ടിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ബാപ്പ ലാസ്റ്റ് പറഞ്ഞു, അവൻ എൻ്റെ മകനല്ല. അവനോട് പറഞ്ഞു കാണുന്ന സമയത്ത്, നീ എൻ്റെ മകനല്ല, നീ എൻ്റെ വീട്ടിലേക്ക് വരരുത്, എൻ്റെ സ്വത്തിലും നിനക്ക് അവകാശമല്ല എന്നൊക്കെ ഉളവുകൊണ്ട് പല നിലക്കും അതിനപ്പുറം ഗൗരവമേറിയ വാക്കുകളും ബാപ്പ പ്രയോഗിക്കാം. പക്ഷേ ആ മകൻ വളരെ പ്രയാസകരമായ വിഷയത്തിൽ കുടുങ്ങിയിട്ട് വല്ലാത്തൊരു ഞെരുക്കത്തിൽ അവൻ്റെ ജീവന് ഹാനി സംഭവിക്കും, അവൻ്റെ ജീവന് നാശം സംഭവിക്കും, അവന് മരണം സംഭവിക്കും, വലിയ അപകടം സംഭവിക്കുമെന്ന് കണ്ടാൽ എത്ര മനസ്സ് വേദനിച്ച, നീ എൻ്റെ മകനല്ല എന്ന നിലക്ക് അകറ്റി നിർത്തിയ ബാപ്പയാണെങ്കിൽ പോലും മകനോടുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന വാത്സല്യം കാരണം ആ മകൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ
ആ ബാപ്പ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന നിലക്ക് ആവുന്നത് ചെയ്യാൻ ആ വിഷയത്തിൽ ഇടപെടുമെങ്കിൽ, ഈ ഒരുമിച്ച് കൂടുന്ന എൻ്റെ സൗണ്ട് ലൈവായിട്ട് ശ്രദ്ധിക്കുന്ന ആളുകളോടുൾപ്പെടെ ഞാൻ പറയുന്നു, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ബാപ്പയാണ്. അപ്പോൾ ചിലർക്ക് തോന്നും ഒരുപാട് ആലിമീങ്ങളുണ്ട് ഈ സദസ്സിൽ, മുത്തഅല്ലിമുകളുണ്ട് ഈ സദസ്സിൽ, ഒരു പറയും ബാപ്പയാണെന്ന് പറഞ്ഞാൽ ഖുർആൻ എതിരാവില്ലേ? കാരണം നിങ്ങൾ മദീനത്ത് പോയിട്ടില്ലേ? മദീനത്ത് തങ്ങൾക്ക് സലാം പറയുന്ന ആ സ്ഥലത്ത് തങ്ങൾക്ക് ഒരു മുഴ ഇപ്പുറ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, തൊട്ടുപുറ ഉമർ റളിയല്ലാഹു അൻഹു, അവർക്കൊക്കെ സലാം പറയുന്ന മുകളിലെ മതിൽക്കെട്ടിൻ്റെ മുകളിൽ ഖുർആൻ്റെ ആയത്തുണ്ടല്ലോ, വമാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിർ റസൂലല്ലാഹി വ ഖാതമൻ നബിയീൻ. തങ്ങൾ നിങ്ങളിൽ ഒരു പുരുഷന്മാരുടെയും ബാപ്പ അല്ല, പിതാവല്ല എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. പിന്നെ നിങ്ങളെങ്ങനെ ബാപ്പയെന്ന് പറയാ? ചിലർക്ക് സംശയം തോന്നും, അങ്ങനെയാണെങ്കിൽ തങ്ങൾക്ക് ആൺമക്കൾ ഉണ്ടായിട്ടില്ലേ? അപ്പോൾ ഇബ്രാഹിം ഖാസിം എന്ന് പറയുന്ന മക്കൾ തങ്ങളെ മക്കളല്ലേ? അപ്പോൾ ഖുർആൻ പറഞ്ഞത് അതും ഇതും കൂടെ എതിരാകൂ എന്ന് ചിന്തിച്ചാൽ അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കാൻ പള്ളി ദർസിൽ നഹ്വിൻ്റെ ഖായിദ പഠിക്കാനും സർഫ് ഓതാനൊക്കെ പള്ളി ദർസിൽ ദീനിൻ്റെ വഴിയിലേക്ക് പറഞ്ഞു വിടുന്ന മുത്തഅല്ലിം, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. സ്വർഗത്തിൻ്റെ വഴി എളുപ്പമായ ആളുകളാണ് ഇൽമിൻ്റെ വഴിയിലേക്ക് കടന്നു വന്ന മുത്തഅല്ലിം. ആ മുത്തഅല്ലിമിന് ഉസ്താദുമാർ ആദ്യം സർഫ് പഠിപ്പിക്കാൻ മീസാൻ മറിച്ചു കൊടുത്തിട്ട് അവനക്ക് പറഞ്ഞു കൊടുക്കും, മോനെ ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത ഫഅൽന ഫഅല സിയത്ത് വഹദാൻ മുദക്കർ വായിബ് അത് ഇസ്ബാത്ത് ഫഇൽ മാദി മഅറൂഫ് ലമീർ ദറു ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അന്ത അന്തുമാ അന്തും അന്തി അന്തുമാ അന്തുന്ന അന നഹ്നു എന്നൊക്കെ പറഞ്ഞ് അജ്നാസ് സൂറയും കുബ്രയും സഞ്ചാനും അവാമിലും തഖ്വലിസാനും തുഹ്ഫയും ഖത്ർനദയും ഒക്കെ ഓതി നഹ്വിൻ്റെ ഖായിദ ഒന്നും കൂടെ കറക്റ്റ് ചെയ്യാൻ ഇബ്നു മാലിക് തങ്ങൾ അൽഫിയ മറിച്ചു കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കും, ഖല മുഹമ്മദുൻ ഹുവ ഇബ്നു മാലികി അഹ്മദു റബ്ബില്ലാഹ ഖൈറ മാലികി മുസല്ലിയൻ അലർ റസൂലിൽ മുസ്തഫ വആലിഹിൽ മുസ്തക്മിലീന ശുറഫാ എന്ന നഹ്വിൻ്റെ ഖായിദ പഠിക്കാൻ അൽഫിയ പഠിക്കുന്ന മുത്തഅല്ലിമിനോട് മോനെ അൽഫിയൻ്റെ 1000ാമത്തെ ബൈത്ത് ഏതാന്ന് ചോദിച്ചാൽ വളരെ സന്തോഷത്തോടവും പറയും, വആലിഹിൽ ഉർരിൽ കിറാമിൽ ബററ വസഹബിഹിൽ മുൻതഖിബീനൽ ഖൈറാ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഖുർആൻ്റെ നിയമം അറിയാൻ, ദീനിൻ്റെ ഉലൂമുകൾ അഹ്കാമുകൾ മനസ്സിലാക്കാൻ നഹ്വിൻ്റെ ഖായിദ പഠിക്കുന്ന മുത്തഅല്ലിമിനറിയാം. അറബിയിൽ പുരുഷന്മാർക്ക് പ്രയോഗിക്കുന്ന പ്രയോഗമാണ് റജുൽ. റജുൽ എന്ന് പറഞ്ഞാൽ ദക്കറും ബാല്യ, പ്രായപൂർത്തി എത്തിയ പുരുഷന്മാർക്ക് അറബിയിൽ ഉള്ള പ്രയോഗമാണ് റജുൽ. അപ്പോൾ ഖുർആൻ എന്തു പറഞ്ഞു? വമാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും, നിങ്ങളിൽ ഒരു പുരുഷന്മാരുടെയും പിതാവല്ല തങ്ങളെന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ആൺമക്കൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ആൺമക്കൾ ബുലൂ ആകുന്നതിൻ്റെ മുമ്പ് തന്നെ അള്ളാഹു റബ്ബിലേക്ക് മടക്കി വിളിച്ചു, അള്ളാഹുവേ ആ ഉപ്പാപ്പമാരെ കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാന്, ഞങ്ങളെ ഖൽബ് നന്നാക്കണം റഹ്മാന്, ഞങ്ങളെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണം റഹ്മാന്, ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാന്. പിന്നെ എന്താണ് ഖുർആൻ പറഞ്ഞത്? വലാകിർ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാക്കിൻ, നഹ്വ് പഠിച്ച ആളുകൾക്കറിയാം, ലാക്കിൻ എന്ന് പറഞ്ഞാൽ അത് ഇസ്തിദ്റാക്ക. ഇസ്തിദ്റാക്ക് എന്ന് പറഞ്ഞാൽ റഫ്ഉ തവഹുമി മിനൽ കലാമി സാബിഖി, സാബിഖായ കലാമിൽ നിന്ന് തവഹുമിനെ റഫ്ഉ ചെയ്യുക. അപ്പോൾ തങ്ങൾ നമ്മൾ പിന്നെ ആരാണ്? ഹബീബായ തങ്ങൾ നമ്മുടെ ആരാണ്? തങ്ങൾ നമ്മുടെ ജിസ്മാനിയായ ശാരീരികമായ പിതാവല്ല, വലാകിൻ അബൻ റുഹാനിയ, ആത്മീയ പിതാവാണ്, ആത്മീയ ബാപ്പയാണ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി.
അതുകൊണ്ടാണ് സ്വഹാബികളിൽ നിന്ന് ദീൻ മനസ്സിലാക്കിയ അയിമ്മത്തുകളിൽ ഇമാമുൽ ആളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് തങ്ങൾ, ഇമാം ഷാഫി തങ്ങൾ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി തങ്ങൾ അടക്കമുള്ള പണ്ഡിത മഹത്തുക്കളിൽ നിന്ന് പാരമ്പര്യത്തിൽ നിന്ന് ദീൻ ഉൾക്കൊണ്ട സൈനുദ്ദീൻ മഖ്തൂം റളിയല്ലാഹു അൻഹു നമ്മോട് പറയണം, മക്കളെ, നിങ്ങൾക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടണോ എങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് മദ്ഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ പാടി പറഞ്ഞ് നമുക്ക് മങ്കൂസ് മൗലിദ് രചിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞോ പ്രശ്ന പരിഹാരത്തിന് തങ്ങളെ വിളിച്ചോ, ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാഹ്, ഞങ്ങൾ സകലവും സർവസ്വവും തങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്ന് അസ്ഹാബ് തങ്ങളോട് പറഞ്ഞ ആ ഇഷ്കിന്റെ, ആ വലിയ ഇഷ്കിലായിട്ട് ജീവിച്ച, ആ വലിയ മഹബത്തിലായിട്ട് ഹബ്ബിലായിട്ട് കഴിഞ്ഞുകൂടിയ അസ്ഹാബിൽ നിന്ന് ദീൻ പഠിച്ച സ്വാലിഹീങ്ങളിൽ നിന്ന് പാരമ്പര്യത്തിൽ നിന്ന് ദീൻ പഠിച്ച ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്തൂം റളിയല്ലാഹു അൻഹു നമ്മോട് പറയാണ്, നിങ്ങൾ പറഞ്ഞോ, അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എത്ര മോശക്കാരാണെങ്കിലും, എത്ര വിഷമകരമാകുന്ന നിലക്ക് ജീവിക്കുന്നവരാണെങ്കിലും, എത്ര അബദ്ധം സംഭവിച്ചവരാണെങ്കിലും, എത്ര തെറ്റുകുറ്റങ്ങളിൽ അകപ്പെട്ടവരാണെങ്കിലും നമ്മെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവിടൂല. അവിടുന്ന് പറഞ്ഞു, എൻ്റെ ഉമ്മത്തിന് തെറ്റ് സംഭവിച്ചാൽ ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും. തങ്ങൾക്ക് വിഷമാണ്, ഈ ഉമ്മത്തിന് തെറ്റ് സംഭവിച്ചാൽ തങ്ങൾ വല്ലാതെ സങ്കടപ്പെടും, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും. അതേസമയം ഈ ഉമ്മത്ത് ഖൈറാത്തുകൾ ചെയ്താൽ, നന്മകൾ ചെയ്താൽ, ഹമിദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന് സ്തുതി പറയും, അള്ളാഹുവിൻ്റെ ഹബീബ് സന്തോഷിക്കും. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം വിഷമിക്കേണ്ട, തെറ്റില്ലാത്ത നിലക്ക് ജീവിക്കാൻ ശ്രദ്ധിക്കണം. കഴിഞ്ഞ സ്വലാത്തിൻ്റെ ദിവസം നമ്മുടെ മുമ്പിൽ ബാംഗ്ലൂരിൽ നിന്ന് അവിടെ ബാഗിൻ്റെയും ഷൂവിൻ്റെയും ചെരുപ്പിൻ്റെയും ഒക്കെ ബിസിനസ് നടത്തുന്ന 3-4 ചെറുപ്പക്കാർ വർഷങ്ങളായി അവർ ബിസിനസ് നടത്തുകയാണ്. അവരുടെ ജീവിതം ആ ഭാഗത്ത് മോശമായ നിലക്ക് തെറ്റിലകപ്പെട്ടു പോയി. അങ്ങനെ ഞങ്ങൾ ലൈവായിട്ട് ബായാറ് സ്വലാത്ത് ശ്രദ്ധിക്കുന്നവരാണ്. തങ്ങളുടെ സംസാരം കേട്ടപ്പോൾ ഞങ്ങളെ മനസ്സ് വല്ലാതെ പൊട്ടിയിട്ട് ഞങ്ങൾ അന്ന് മുതൽ ചെയ്ത തെറ്റിന് അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞ് തൗബ ചെയ്ത് ഇനി ഞങ്ങൾ തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞ സ്വലാത്തിൻ്റെ ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ല, അതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്വലാത്തിൻ്റെ ദിവസം വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, ഞങ്ങളിന്ന് കടമൊക്കെ ബന്ധാക്കിയിട്ട് 2 ദിവസം ലീവ് എടുത്തിട്ട് ഞങ്ങൾ സ്വലാത്തിന് വന്നതാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഇനി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ ഈ വിഷയം വിശദമായിട്ട് പറഞ്ഞു, സ്വലാത്തിൽ കൂടാൻ വേണ്ടി അവരോട് പറഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ള എൻ്റെ സൗണ്ട് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ തെറ്റില്ലാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ പൊരുത്തത്തിലായിട്ട് നമ്മുടെ ഇനിയുള്ള ആയുസ് സമർപ്പിക്കാൻ ഈ പരിശുദ്ധ മജ്ലിസിൽ നാം തയ്യാറാകണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത ഒരു വിഷയം സംസാരിക്കാൻ പറ്റൂല, അല്ലാഹ് പൊരുത്തപ്പെടാത്തതിലേക്ക് നോക്കാൻ പറ്റൂല, അല്ലാഹ് പൊരുത്തപ്പെടാത്തത് കേൾക്കാൻ പറ്റൂല, അല്ലാഹ് പൊരുത്തപ്പെടാത്തത് പിടിക്കാൻ പറ്റൂല, അല്ലാഹു പൊരുത്തപ്പെടാത്തത് ചിന്തിക്കാൻ പറ്റൂല, ധരിക്കാൻ പറ്റൂല, കഴിക്കാൻ പറ്റൂല, കുടിക്കാൻ പറ്റൂല, യാത്ര ചെയ്യാൻ പറ്റൂല, താമസിക്കാൻ പറ്റൂല. ഈമാനുള്ള വറഅള്ള ഹബീബിൻ്റെ മുഹിബ് അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് തഖ്വയിൽ അധിഷ്ഠിതമായ, അല്ലേ, തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ല വജ്തിനാബു നവാഹി. ഫിഖിന്റെ കിതാബ് മറിച്ച് നോക്കിയാൽ കാണാം, അള്ളാഹ് കൽപ്പിച്ചത് ചെയ്യുക, വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വഴിമാറുക, ചെയ്യാതിരിക്കുക, അകന്നു നിൽക്കുക. അങ്ങനെയുള്ള മുത്തഖീങ്ങളുടെ ജീവിതം വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അവർക്കാണ് അവസാന വിജയവും അവർക്കാണ് അല്ലാഹു വഅദ ചെയ്ത സ്വർഗവുമെന്ന് പരിശുദ്ധ ഹദീസ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ചുരുങ്ങിയ ആയുസ്സേ നമുക്കുള്ളൂ, കുറഞ്ഞ കാലേ ഉള്ളൂ. വളരെ വടക്കായ മോശമായ അവസ്ഥയിലാണ് ഈ പരിസരം. ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അറിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ വളരെ മലീമസമാണ്, വളരെ മോശപ്പെട്ടതാണ്, നമുക്ക് സഹിക്കാൻ പറ്റൂല.
വറയുള്ള ആളുകൾക്കൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പ്രയാസമുള്ള കാലമാണിത്. അതുകൊണ്ടാണ് ഷാഫി ഇമാമ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ബുദ്ധിമാന്മാരായ അടിമകൾ ഇന്ന ലില്ലാഹി ഇബാദൻ ഫുത്വന ത്വല്ലഖുദ് ദുനിയാ വഖാഫുൽ ഫിതന. ഈ ഭൗതിക ലോക ജീവിതത്തിൽ ജനങ്ങളുമായിട്ട് സഹവസിച്ച് സമ്പർക്കം പുലർത്തിയാൽ, ഞാൻ വാ തുറന്ന് സംസാരിച്ചാൽ എൻ്റെ സംസാരത്തിൽ അള്ള പൊരുത്തപ്പെടാത്ത വാക്ക് വരുമോ, റബ്ബ് പൊരുത്തപ്പെടാത്തത് കേൾക്കേണ്ടി വരുമോ, അള്ള പൊരുത്തപ്പെടാത്ത ചിന്ത എന്തെങ്കിലും കണ്ടാൽ കൽബിൽ വരുമോ, കുടിക്കേണ്ടി വരുമോ, കഴിക്കേണ്ടി വരുമോ എന്ന് ചിന്തിച്ച് ത്വല്ലഖുദ്ദുനിയാ, ദുനിയാവിനെ കൈയൊഴിഞ്ഞ മഹാന്മാരുണ്ട്. അങ്ങനെയുള്ള വലിയ വലിയ ഷറഫുള്ള മഹാന്മാർ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഹറാം പരക്കെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും ശൈത്വാൻ ഇങ്ങനെ ഇന്ന ശൈത്വാന യജ്രി മജ്റദ്ദമി, പിശാച്ചിങ്ങനെ രക്തസഞ്ചാരം നടക്കുന്ന സ്ഥലത്തൊക്കെ പിശാച്ചിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര നല്ല നിലയ്ക്ക് ജീവിക്കാൻ ശ്രമിച്ചാൽ, എത്രത്തോളം നിസ്കാരത്തിന് നിന്നാൽ പോലും നമ്മുടെ കൽബ് അള്ളാഹുവിലുള്ള ചിന്തയിൽ നിന്ന് വഴിമാറിയിട്ട് വേണ്ടാത്ത വിഷയത്തിലേക്കൊക്കെ കടന്നു കയറുകയാണ്. അള്ളാഹു കാത്ത് സലാമത്താകട്ടെ. ഇഖ്ലാസ് ഞങ്ങൾ കേറ്റിത്തരണം റഹ്മാനെ, ഖുശൂ ഞങ്ങൾ കേറ്റിത്തരണം റഹ്മാനെ. അതിന് ഈ മഹാന്മാർ പറഞ്ഞത്, അള്ളാഹ് നിന്നെ കാണുന്നില്ലെങ്കിലും, നീ അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് നീ ഇബാദത്തിൽ മുഴുകിക്കോ, അപ്പോൾ നിനക്ക് ഇഖ്ലാസ് കിട്ടും. അതുപോലെ നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന സമയം, ഇതൊരു പക്ഷേ എൻ്റെ അവസാനത്തെ ഇശാ നിസ്കാരമാകാം, നാളെ ഇശായിൽ എനിക്കൊരു പക്ഷേ നിർവഹിക്കാൻ കഴിയാതെ ഞാൻ ഖബറിലെത്തിയേക്കാം എന്ന് ഓരോ നിസ്കാരത്തിൻ്റെ സമയവും നീ ചിന്തിച്ചാൽ നിനക്ക് നിസ്കാരത്തിൽ ഭക്തി കിട്ടാൻ അത് കാരണമാകുമെന്ന് സൂഫിയാക്കൾ അറിയിച്ചിട്ടുണ്ട്. വയക്തുറു സിന, വ്യഭിചാരം അധികരിച്ച സമയം അല്ലേ? നമ്മുടെ ഈ നാട്ടിലെ, നമ്മുടെ ഈ പരിസരത്തെ, നമ്മുടെ ജീവിതത്തിലെ അവസ്ഥകളൊന്ന് നാം ഒന്ന് വിശകലനം നടത്തിയാൽ എല്ലാവർക്കും ബോധ്യമല്ലേ അത്? ഇന്ന് സംഭവിക്കുന്ന നാട്ടിലും മറുനാടുകളിലും അതുപോലെ പുറം നാടുകളിലും ഒക്കെ സംഭവിക്കുന്ന സിനയുടെ ജീവിത രീതി എല്ലാ നിലക്കും വ്യാപകമാണ്. കല്യാണം കഴിഞ്ഞവരിലും കഴിക്കാത്തവരും ദീനീ കുടുംബങ്ങൾ എന്ന് നാം അവകാശപ്പെടുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ സ്വന്തത്തിൽപ്പെട്ട, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട, നമ്മുടെ നാട്ടിൽപ്പെട്ട, നമ്മുടെ അയൽപക്കത്ത്, നമ്മുടെ പരിസര നാടുകളിൽപ്പെട്ട കുടുംബങ്ങളിലൊക്കെ ഹറാമിൻ്റെ സ്നേഹങ്ങളും സിനയുടെ ജീവിതവും വർദ്ധിച്ച ഈ അവസ്ഥ, ഇത് ഖിയാമത്തിൻ്റെ അലാമത്താണെന്ന് നാം മനസ്സിലാക്കണം. വയക്തുറു സിന, വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ ഒരു നിലക്ക് മാത്രമല്ല വ്യഭിചാരം. ഇന്ന് വാട്സപ്പിൻ്റെ ഉപയോഗം കൂടുതലാണ്, ഫേസ്ബുക്കിൻ്റെ ഉപയോഗം കൂടുതലാണ്, ഇന്റർനെറ്റ് ഉൾപ്പെടെ ദുരുപയോഗങ്ങൾ നടത്തി മിസ്കാളിലും മെസ്സേജിലുമായിട്ട് ഹറാമിന്റെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഈ വളരെ വേദനാജനകമായ അവസ്ഥയിൽ കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം, കാതിൻ്റെത് കേൾവിയാണ്, കയ്യിൻ്റെത് പിടുത്തമാണ്, ഖൽബിൻ്റെത് ചിന്തയാണ്. ഇങ്ങനെ ഓരോ അഅ്ളാഹുകൾക്കും വ്യഭിചാരമുണ്ടെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപനം നടത്തി, വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. വ്യഭിചാരം അത് വളരെ നിന്ദ്യമാണ്, അത് വളരെ മോശമാണ്, അത് വളരെ മലീമസമാണ്, അത് ഈമാനെ കളങ്കപ്പെടുത്തുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സകല വഹാബികളും ഒരുപോലെ അംഗീകരിക്കുന്ന അസ്വഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. ആ സ്വഹീഹുൽ ബുഖാരി മറിച്ചു നോക്കിയാൽ കാണാം, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ഒരു വ്യഭിചാരി ആ വിഷയത്തിൽ ഏർപ്പെടുന്ന സമയം ഈമാനോടുകൂടെ വിഷയത്തിൽ ഏർപ്പെടൂല, അള്ളാഹു അവനിൽ നിന്ന് ഈമാൻ അങ്ങ് മാറ്റിക്കളഞ്ഞു. അപ്പൊ അന്യ പെണ്ണുമായിട്ട് നീ സംസാരിക്കുന്നോ? വാട്സപ്പിൽ നിന്റെ ശരീരങ്ങൾ അതിനു വേണ്ടി നീ ചലിപ്പിക്കുന്നോ? സിനയിലാണ് നിന്റെ അഅ്ളാഹുകളെ നീ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, സിനയിലാണ് നീ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയം നിനക്ക് അറ്റാക്ക് സംഭവിച്ചാൽ, ആ സമയം നിനക്ക് അപകടം സംഭവിച്ചാൽ, മൗത്ത് സംഭവിച്ചാൽ, ഈമാനില്ലാത്ത യാത്രയാണ് അന്ത്യയാത്ര. മഅദല്ലാഹ്, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണേ. ഒരു ഹറാമിന്റെ ബന്ധവും വേണ്ട, ഒരു സിനയുടെ ഇടപാടും ബന്ധവും സ്നേഹവും വേണ്ട. വയക്തുറു ശുൽബുൽ
ഖംർ, ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലം വന്നാൽ, കഞ്ചാവ് വലിക്കാർ, ആൻസ് വെക്കുന്നവർ, പാൻപരാഗ് ചവക്കുന്നവർ, മധു തിന്നുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ലഹരി ഉപയോഗം വർദ്ധിച്ച കാലാണ്. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ നാം വഴിമാറിയിട്ട് നമ്മുടെ കണ്ണ് അള്ള പൊരുത്തപ്പെടാത്തതിലേക്ക് നോക്കണ്ട. ഹറാമ് ദൃഷ്ടിയിൽ വരുന്ന സമയം, ഇന്നിപ്പോൾ ഒളിഞ്ഞ് സ്വകാര്യമായിട്ട് അടഞ്ഞു കിടക്കുന്ന റൂമിൽ എല്ലാം കണ്ടാസ്വദിക്കാൻ അതുമായി അറിയുന്ന ആളുകൾക്ക് സൗകര്യമാണ്. പക്ഷേ നിനക്ക് ഏത് സൗകര്യമുണ്ടെങ്കിലും ഹൃദയത്തിൽ മറച്ചു വെച്ചതിനെയും കണ്ണിന്റെ കട്ടുനോട്ടവും അറിയുന്ന റബ്ബ് നിന്നെ കാണുന്നു എന്ന ബോധ്യം നിനക്കുണ്ടെങ്കിൽ, തങ്ങൾ പറഞ്ഞതുപോലെ ഹറാമ് ദൃഷ്ടിയിൽപ്പെടുമ്പോ കണ്ണ് ചിമ്മാൻ മനസ്സുള്ള ഈമാനുള്ള ആളുകളുണ്ടോ, അവരുടെ കണ്ണിന് ആഖിറത്തിൽ വലിയ പവറാണെന്നും ആ കണ്ണിന് ആഖിറത്തിൽ കരച്ചിലില്ലെന്നും ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്തരം വിഷയങ്ങളിൽ നിന്ന്, ഹറാമിൽ നിന്നൊക്കെ വഴിമാറി കൃത്യമായിട്ട് ജോലി തിരക്കിനിടയിൽ എത്ര ക്ഷീണിച്ച് തളർന്ന് നാം എഴുന്നേറ്റ് നിന്നാൽ, ടോയ്ലറ്റിൽ പോകുമ്പോൾ വുളു എടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ തല കറങ്ങുന്ന അവസ്ഥയാണെങ്കിൽ പോലും നമുക്ക് നിസ്കാരം ഖളാ ഖളാക്കിയിട്ട് കിടന്നുറങ്ങരുത്. ഹറാമായ വിഷയത്തിൽ ഏർപ്പെടരുത്. ഒരു പട്ടുറുമാലും ഒരു മാപ്പിളപ്പാട്ടും ഒരു സിനിമയും ഒരു സീരിയലും ഒരു ഹറാമിൻ്റെ കാഴ്ചയും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ, അത്തരം വിഷയങ്ങൾ ആരെങ്കിലും മൊബൈലിലും മറ്റുമൊക്കെ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഡിലീറ്റ് ചെയ്ത് ഖൽബിൽ നിറക്കുക. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ ഹബ്ബിനാൽ ഇഷ്ഖിനാൽ നമ്മുടെ ഖൽബ് നിറഞ്ഞ്, ആ ഇഷ്ഖ് ഖൽബിൽ അത് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഹറാമിൻ്റെ ചിന്ത ഉണ്ടാവില്ല, ഹറാമിൻ്റെ ജീവിത രീതി വരില്ല. അവിടത്തെയുമായി മഹബത്ത് വർദ്ധിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ച, ഖുർആൻ ബോധ്യപ്പെടുത്തിയ ഏറ്റവും വലിയ ദിക്റാകുന്ന അസ്വലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്തുകൾ ധാരാളം ചൊല്ലുക, സ്വലാത്ത് ആവുന്നത്ര ചൊല്ലുക. ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിക്ക് ഹെഡിങ് ഇട്ടത് തന്നെ കൈഫ കാന ബദഉൽ വഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബിലേക്ക് വഹീൻ്റെ തുടക്കം എങ്ങനെ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിശ്ചയം എല്ലാ അഅ്മാലുകളും മഖ്ബൂലാകുന്നത് നിയ്യത്ത് കൊണ്ടാണ്. അതുകൊണ്ട് ആ നിസ്കാരത്തിന് നിയ്യത്ത് ലാസിമാണ്, വുളൂന് നിയ്യത്ത് ലാസിമാണ്, ഉസ്ലിന് നിയ്യത്ത് ലാസിമാണ്, സൗമിന് നോമ്പിന് നിയ്യത്ത് ലാസിമാണ്. എല്ലാ അഅ്മാലുകളും സ്വീകരിക്കപ്പെടാൻ നിയ്യത്ത് നിർബന്ധമാണെങ്കിൽ നിയ്യത്തില്ലാതെ സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു അമലേ ഉള്ളൂ, അത് ഹുബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ഹുബ്ബിലായി വമദ്ഹുഹു, തങ്ങളുടെ മദ്ഹായിട്ടുള്ള ഖുർആൻ ബോധ്യപ്പെടുത്തി റബ്ബും മലായികത്തും നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് അഹ്സാബ് സൂറത്തിൽ അല്ലാഹ് സാക്ഷ്യപ്പെടുത്തിയ വലിയ ഷറഫുള്ള സ്വലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാത്ത് ആവുന്നത്ര ചൊല്ലിയാൽ സ്വലാത്ത് പോലെ ഉയരാൻ, അള്ളാഹുവിലേക്ക് എത്താൻ മറ്റു വഴികളില്ല. അള്ളാഹുവിൻ്റെ ഹബീബുമായി ബന്ധം സ്ഥാപിക്കാൻ സ്വലാത്ത് പോലെ മറ്റൊരു വിഷയം ഇല്ല. അതുകൊണ്ട് സ്വലാത്ത് സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. എപ്പോഴും പറയാറുള്ളത് പോലെ ദുനിയാവിൽ ആഖിറത്തിലെ സകല പ്രശ്ന പരിഹാരങ്ങൾക്കും സ്വലാത്ത് മതി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളോട് അവിടുത്തെ നിർദ്ദേശമാണ്. അതുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിച്ച് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തുലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാൻ നാം ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇന്ന് രാത്രി, വെള്ളിയാഴ്ച രാത്രിയാണ്, മറയില്ലാതെ തങ്ങളിലേക്ക് സ്വലാത്തുകളും സലാമുകളും എത്തിക്കപ്പെടുന്ന പരിശുദ്ധമാക്കപ്പെട്ട രാത്രിയാണ്. ഈ രാത്രി ഇൻഷാ അല്ലാഹ് നമുക്ക് കുറഞ്ഞ ദിക്ർ സ്വലാത്ത് പറഞ്ഞ് ടൈം 10:30 മണി വരെ സമയമുള്ളൂ. അതുകൊണ്ട് സംസാരിക്കാൻ ടൈമില്ലാത്തത് കൊണ്ട് ഞാൻ വാക്ക് ചുരുക്കി. എല്ലാവരും സ്വലാത്ത് നന്നായിട്ട് ചൊല്ലുക. സ്വലാത്ത് ചൊല്ലി തങ്ങളുമായിട്ട് ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാ, ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലാണെന്ന് അവിടെ നിന്ന് നമ്മെ പഠിപ്പിച്ച്, എൻ്റെ സഹോദരന്മാരോട് ഞാൻ പറയുന്നു, നിസ്കാരത്തിൻ്റെ ശേഷം ഒരു 11 സ്വലാത്തെങ്കിലും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്ന് പറഞ്ഞാണേ, സയ്യിദിനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലിം എന്നൊരു 11 സ്വലാത്തെങ്കിലും 5 വക്ത് നിസ്കരിച്ച് ദായിമാക്കാൻ മൗത്ത് വരെ എല്ലാവരും ഈ മജ്ലിസിൽ പ്രതിജ്ഞ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ആവുന്നത്ര 300 700 1000 എത്ര സ്വലാത്ത് ചെല്ലാൻ പറ്റും അത്രയും സ്വലാത്ത് ചെല്ലുക. സ്വലാത്ത് തങ്ങളുമായിട്ട് അടുക്കാനും തങ്ങളെ കാണാനും അവിടുത്തെ ബന്ധം നിലനിർത്താനും അവിടെ നിന്ന് വിഷയത്തിൽ ഇടപെടാനും അവിടെ നിന്ന് ഖബറിൽ നമുക്ക് സ്വീകാര്യത കിട്ടാനും ഒക്കെ ഉള്ള കാരണമാണ്. അതുകൊണ്ട് ആ സ്വലാത്തുകളൊക്കെ
വർദ്ധിപ്പിച്ച് ബായാറ് സ്വലാത്ത് അബുദാബിയിൽ നെൽക്ക അബ്ദുള്ള ഹാജിയുടെ വീട്ടിൽ വെച്ച് മാസാമാസം നടക്കുമ്പോൾ നമ്മുടെ ബായാറ് സ്വലാത്തിൻ്റെ ദിവസം, കാസർഗോഡ് ബായാറ് സ്വലാത്തിൻ്റെ ദിവസം തന്നെയാണ് നെൽക്ക ഹാജിയുടെ പുരയിൽ വെച്ച് നമ്മുടെ ബായാറ് സ്വലാത്ത് നടക്കുന്നത്. അല്ലേ? അങ്ങനല്ലേ? ആണ് ആണ് ഇൻഷാ അല്ലാ. ആ മഹത്തായ മജ്ലിസിലും നിങ്ങളെല്ലാവരും കൂടുകയും സുന്നത്ത് ജമാഅത്തിൻ്റെ സകല സ്ഥാപനങ്ങളുടെയും സകല സംഘടനകളുടെയും ICFൻ്റെ, KCFൻ്റെ, RSCയുടെ ഒക്കെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മഹത്തായ വിഷയങ്ങളോടൊക്കെ നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ഊർജം, നമ്മുടെ സമ്പാദ്യം, നമ്മുടെ എല്ലാം ആ വിഷയത്തിലൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതം വശാബുൻ നശാഫി ഇബാദത്തില്ല, ചെറുപ്പ യുവത്വ ജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും സ്വഹീഹുകൾ റിപ്പോർട്ട് ചെയ്തതുപോലെ അർശിൻ്റെ തണൽ കിട്ടാൻ അത് വലിയ കാരണമാകുന്നു തങ്ങൾ നമ്മെ പഠിപ്പിച്ച്. ഇൻഷാ അല്ലാഹ് ഞാൻ വാക്ക് ചുരുക്കുന്നു. അള്ളാഹുവെ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ. ഇനിയുള്ള ആളുകളെല്ലാവരും ഇൻഷാ അല്ലാഹ് ദുആ തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും മൊബൈൽ സൈലൻ്റ് ആക്കിയിടുക. ദ്വാരക്കുന്ന സമയം ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനോ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങാനോ എന്തെങ്കിലും എഴുതി കുത്താനോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിക്കാനോ ഒന്നും വേണ്ട. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിലേക്ക് വരിക. തങ്ങളെ സ്വലാത്ത് വലിയ അതബോടെ, വലിയ ബഹുമാനത്തോടെ, ആ മഹബത്ത് കൽബിൽ നിറച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ദ്വാരക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രിയാണ്. ദുആ കഴിഞ്ഞു പോകുമ്പോൾ, ദുആൻ്റെ മുമ്പ് തന്നെ ഈ മജ്ലിസിൽ എത്രയോ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട്, വീടില്ലാതെ വിഷമിക്കുന്നവർ, പെൺമക്കളെ കെട്ടിച്ചയക്കാൻ, കഫീലിൻ്റെ ബുദ്ധിമുട്ട്, നാട്ടിലെ വിഷമം, ഇവിടുത്തെ വിഷമം, നാട്ടിൽ പോകാൻ കഴിയാതെ പല രോഗം ഉൾപ്പെടെ പ്രയാസങ്ങളുള്ളവരുണ്ട്. എല്ലാത്തിനും സലാമത്ത് കിട്ടാൻ നിയ്യത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് ഇനി എല്ലാവരും സ്വലാത്തിലേക്ക് കുറഞ്ഞ സ്വലാത്തെ ചെല്ലുള്ളൂ. പെട്ടെന്ന് ദ്വാരക്കും കുറഞ്ഞ ദിക്റുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അളീം. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم. يا حي يا قيوم. يا حي يا حي يا قيوم يا حي يا قيوم يا حي يا حي يا حي يا حي يا قيوم برحمتك نستعيذ يا الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على
اللهم صل على سيدنا محمد وعلى آله وصحبه. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أدركنا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا وحبيبنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا. ഈ പരിശുദ്ധ വെള്ളിയാഴ്ച രാത്രി നിന്റെ മഹാന്മാരെ വസീലയാക്കി സ്വലാത്തുകളും സലാമുകളും ചൊല്ലി തങ്ങളെ മദ്ഹലായി മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ തങ്ങളെ മദ്ഹുകളും അവിടുത്തെ മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണമല്ല. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ല. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമിങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാ.
ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ മുطهر القلوب طهر قلوبنا من الكبر والرياء والحسد والعجب والنفاق والشهوة ومن سائر سوء الخلق. اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് ഖൽബ് ഹയാത്താക്കണം അല്ലാഹ്. ഈമാൻ ഏറ്റി തരണം റബ്ബേ. തഖ്വ ഏറ്റി തരണം റഹ്മാനെ. നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറഅ ഏറ്റി നിലനിർത്തണം റബ്ബേ. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കള്, ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ച് ഈ മഹത്തായ സ്റ്റേജിൽ, ഈ മഹത്തായ വേദിയിൽ മജ്ലിസിലെത്തിയ മഹാന്മാരായ സാദാത്തുക്കള്, പണ്ഡിതന്മാര്, ഉമറാക്കള്, സാധാരണക്കാര്, പ്രിയപ്പെട്ടവര്, ഇഷ്ടജനങ്ങൾ, ആര് ദുആ കൊണ്ട് കടപ്പെട്ടവർ, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുമായി, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളുമായി, സുന്നത്ത് ജമാഅത്തിന്റെ മജ്ലിസുകളുമായി, പ്രത്യേകമായി ബായാറ് സ്വലാത്തിലും ബായാറ് മുജമ്മഅലുമായി ബന്ധപ്പെട്ട് സംബന്ധിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റഹ്മാൻ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റബ്ബേ. മാരകമായ ക്യാൻസർ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടിപെട്ടിട്ട് എത്രത്തോളം മിസ്കീന്മാരായ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ക്യാൻസർ ബാധിച്ച സ്ഥലങ്ങളിൽ നിന്ന് പുഴുക്കൾ വരെ പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികൾ ഒരു മുറുക്ക് വെള്ളം പോലും അകത്ത് ചെല്ലാതെ, കിടന്നാൽ ഉറക്കില്ലാതെ, അട്ടഹസിച്ച് നിലവിളിച്ച് കുടുംബം പോലും ഉറങ്ങാതെ വിഷമിക്കുന്ന എത്രയോ രോഗികളെ നിനക്കറിയാം റഹ്മാന്. സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ ബാധിച്ച് അതിദാരുണമായി വിഷമിച്ച് പ്രയാസപ്പെടുന്ന രോഗികൾ റബ്ബാകുന്ന നിനക്കറിയാം. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് റബ്ബേ. ശിഫ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ നീ പരീക്ഷണങ്ങൾ നൽകിയോ സകല ക്യാൻസറും സുഖപ്പെടുത്തണം റഹ്മാൻ. സകല രോഗങ്ങളും സുഖപ്പെടുത്തണം റബ്ബേ. അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം റബ്ബേ. കയലവീക്ക ക്യാൻസർ, നാവില് ക്യാൻസർ, ബ്രസ്റ്റില് ക്യാൻസർ, വയറ്റില് ക്യാൻസർ, സ്വകാര്യ അവയവങ്ങളിൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ ക്യാൻസറും നീ സുഖമാക്കണം റഹ്മാന്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്. സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം റബ്ബേ. നടക്കാത്ത, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്. മന്ദബുദ്ധിയുള്ള കുട്ടികളുണ്ട് ഒരു കുടുംബത്തിൽ. ഞങ്ങളിങ്ങോട്ട് വരുന്ന ദിവസം പുരയിൽ 4 കുട്ടികളാണ്. 4 കുട്ടികളും മന്ദബുദ്ധിയുള്ളവർ, വൈകല്യമുള്ളവർ. എത്രയാണ് അല്ലാഹ് നീ പരീക്ഷിക്കപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ട ഓരോരുത്തരെ ഞങ്ങളെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഞങ്ങളെ കൽബിന് തന്നെ താങ്ങാൻ കഴിയാത്ത നിലക്ക് എത്രയോ വിഷമിക്കുന്ന രോഗികളെ അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖപ്പെടുമെന്ന നിലക്ക് ഞങ്ങളെ മുമ്പിൽ എത്തുന്ന രോഗികൾക്കൊക്കെ നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്. അപസ്മാരം മണിക്കൂറുകൾ, ആഴ്ചകൾ, മാസങ്ങളിലൊക്കെ സംഭവിക്കുന്നവരുണ്ട്. അപസ്മാരം സുഖപ്പെടുത്തണം അല്ലാഹ്. പീഡ്സ് സുഖപ്പെടുത്തണം റബ്ബേ.
നടക്കാത്തവരെ നടത്തണം അല്ലാ. വൈകല്യം സുഖപ്പെടുത്തണം അല്ലാ. ഒരു ഭാഗം തളർന്നവര്, കുഴഞ്ഞവര്, അപകടം പറ്റിയിട്ട് സ്റ്റീലിട്ടിട്ട് നടുവൊടിഞ്ഞിട്ടൊക്കെ വല്ലാത്ത നിലക്ക് ഞെരുങ്ങുന്നവരെ എല്ലാം നീ നടത്തണം റഹ്മാന്. ഞങ്ങളെ നടത്തത്തിന് നീ വിഷമം വരുത്തല്ല റഹ്മാൻ. ആഫിയത്തിന് പ്രയാസം വരുത്തല്ല അല്ലാ. അർഹമുർറഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ. ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ. ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട്, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവരുണ്ട്. എത്രയോ ആളുകൾക്ക് ഞങ്ങളെ സ്വലാത്ത് മജ്ലിസിൽ ഓപ്പറേഷൻ ഇല്ലാതെ നീ സുഖം നൽകിയിട്ടുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ നീ സുഖം നൽകണം റഹ്മാന്. കിഡ്നി തകരാറിലായവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, ഡയാലിസിസ് ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാന്. കിഡ്നിയിലും മൂത്രത്തിലും സ്റ്റോൺ ഉള്ളവരുണ്ട്. നീ ഷിഫ നൽകണം റഹ്മാന്. നീ ആഫിയത്താക്കണം റഹ്മാന്. വയറ്റിൽ പുണ്ണുള്ളവരുണ്ട്, പൈൽസിന്റെ പ്രയാസമുള്ളവരുണ്ട്, ബ്ലീഡിങ്ങിന്റെ പ്രയാസമുള്ള സഹോദരിമാരുണ്ട്, ഗർഭപാത്രം താഴ്ന്നവരുണ്ട്. നീ സുഖമാക്കണം റഹ്മാന്. ഡിസ്കിന്റെ തകരാറ് മാറ്റണം അല്ലാ. അസ്ഥി തേയ്മാനം സുഖപ്പെടുത്തണം അല്ലാ. കൈകാൽ കടച്ചിൽ കൊണ്ടും ഊരവേദന കൊണ്ടും വിഷമിക്കുന്നവര്, കാലിന്റെ ഞരമ്പ് ചുരുണ്ട് കയറിയിട്ട് വിഷമിക്കുന്നവര്, നീ സുഖം നൽകണം റഹ്മാന്. വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം, HIV, സൊറിയാസിസ്, ടോൺസർ, തൈറോയ്ഡ് ഉൾപ്പെടെ മാനസിക രോഗം, അതുപോലെ ഭ്രാന്ത് ഉൾപ്പെടെ, ശൈത്താന്റെ പ്രയാസം ഉൾപ്പെടെ, പേരറിയുന്നതും അറിയാത്തതും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബിന്റെ മജ്ലിസ് മതി എന്ന നിലക്ക് ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരടക്കം ഹായിബാക്കാതെ കബൂലാക്കി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാന്. നീ ഷിഫ നൽകണം റഹ്മാന്. നീ സുഖം നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ നടത്താൻ, അതുപോലെ മക്കളെ കല്യാണം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ്സിൽ തകർന്നിട്ട്, വിസക്ക് കൊടുത്തിട്ട്, പലവർക്കും കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ, പലവരുടെയും ചതിയിൽപ്പെട്ടിട്ടൊക്കെ കടത്തിലകപ്പെട്ട് കുടുംബത്തിനെ പോലും ബന്ധപ്പെടാതെ മറഞ്ഞു ജീവിക്കുന്നവരുൾപ്പെടെ ആര് കടക്കാരുണ്ടോ, അല്ലാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാന്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാൻ. ഇന്നലെ ഞങ്ങൾ അജ്മാനിലേക്ക് പരിപാടിക്ക് പോകുമ്പോൾ ഷാർജയിൽ ഇതുവരെ ബിസിനസ് നടത്തിയ ഒരു ചെറുപ്പക്കാരനായ ബിസിനസ്സുകാരൻ ഇപ്പോൾ തിരുവനന്തപുരം ഹോസ്പിറ്റൽ, RCC ഹോസ്പിറ്റലിൽ. അപ്പോൾ ആ സഹോദരൻ്റെ മുഖത്ത് ഇവിടെ പല്ലുവേദന വന്ന് അവസാനം പരിശോധന നടത്തിയപ്പോൾ ക്യാൻസറാണ്. മുഖം മുഴുവനും അത് മുറിച്ചു മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ട് ഡോക്ടർമാർ പറഞ്ഞ് മുറിച്ചിട്ട് കാര്യമില്ല, മുഖത്തിൻ്റെ ഷേപ്പ് തന്നെ മാറും. ഈ രോഗി പറയാണ് എന്നാലും എന്നെ ഓപ്പറേഷൻ നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ബായാർ തങ്ങളോടൊന്ന് സമ്മതം വാങ്ങുമെന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ അടുത്ത് ഇന്നലെ അവരെ ഭാര്യൻ്റെ ആങ്ങള വന്നിട്ട് സമദ് എന്ന് പറയുന്ന സുഹൃത്ത് വന്നിട്ട് ചോദിച്ച് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച ജുമ്മ കഴിഞ്ഞിട്ട് പറയാമെന്ന്. മുഖം തന്നെ കോലം മാറിയാലും ഡോക്ടർമാർ പറയുന്നു ഓപ്പറേഷൻ ചെയ്താലും രക്ഷപ്പെടൂല, ഒരു രോഗവും അറിയാത്ത നിലക്ക് എത്രയോ ഞങ്ങളെ പ്രിയപ്പെട്ടവർ അതിദാരുണമായി വല്ലാതെ വിഷമിക്കുന്നവരുണ്ട്. റബ്ബാകുന്ന നീ സുഖം നൽകണം റഹ്മാന്.
ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ സലാമത്തിലാക്കണം റഹ്മാൻ. അർഹമുർറഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. ഞങ്ങളെ ശരീരം കീറി മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിൽ നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഞങ്ങളെ ഒരു ഭാഗത്ത് തളർത്തല്ല റഹ്മാന്. മറ്റുള്ളവർ ഞങ്ങളെ പരിചരിക്കേണ്ട അവസ്ഥയിൽ നീ ഞങ്ങളെ പ്രയാസത്തിലാക്കല്ല അല്ലാ. ഞങ്ങളിൽ ഒരാളെയും ICUവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ഹോസ്പിറ്റലിലും നടുറോട്ടിലും മൗത്താക്കല്ല അല്ലാ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ. പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ. അർഹമുർറഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, വർഷങ്ങളായി കല്യാണം കഴിച്ച് മക്കളില്ലാത്ത എത്ര ആളുകൾക്കാണ് 10-25 കൊല്ലമായിട്ട് മക്കൾ ഉണ്ടാകൂല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. നിന്റെ ഹബീബിന്റെ ഷറഫ് കൊണ്ട് നീ മക്കളെ നൽകിയത് മിസ്കീന്മാരായ ഞങ്ങൾക്കറിയാം. ഞങ്ങളിങ്ങനെ ഓരോന്ന് പറയുന്നത് അവിടുത്തെ ബഹുമാനം പറയാണ്. ഫഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദിസ്. ആര് മക്കളില്ലാത്തവരുണ്ടോ, ഭാര്യയ്ക്ക് പ്രശ്നം പറഞ്ഞവരുണ്ടോ, ഭർത്താവിന് പ്രശ്നം പറഞ്ഞവരുണ്ടോ, അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് പരിഹരിച്ച് ആ ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റബ്ബേ. ഞങ്ങളെ മക്കൾക്ക് മുതഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാന്. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ല റഹ്മാന്. പരിശുദ്ധ ഇസ്ലാം അത് സുന്നി പ്രസ്ഥാനമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു മുജാഹിദിലും ജമാഅത്തെ ഇസ്ലാമിയിലും തബ്ലീഗ് ജമാഅത്ത്, സലഫി, ഖാദിയാനി ഉൾപ്പെടെയുള്ള ഒരു വഹാബി ആശയത്തിലും അകപ്പെടുത്താതെ മൗത്ത് വരെ, ഖിയാമം വരെ ഞങ്ങളെ തലമുറകളെ സുന്നി ആശയത്തിൽ നീ ഉറപ്പിക്കണം റഹ്മാനെ. അല്ലാ, സിഹറ് കൊണ്ട് ഞങ്ങളെ തകർക്കല്ല റബ്ബേ. ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ബിസിനസ് തകർക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽപ്പെടുത്തല്ല റബ്ബേ. ഏത് സിഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ ഞങ്ങളെ അഹലുകാരെയോ ഞങ്ങളെ സ്ഥാപനങ്ങളെയോ ഞങ്ങളുമായി ബന്ധപ്പെട്ടതിലെയോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ സകല സിഹറും അസ്ഹാബുൽ ബദറിനെ കൊണ്ട്, പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ പരിശുദ്ധ മജ്ലിസിൽ ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാന്. ഐന് നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ. സാഹിരീങ്ങള്, ഹാസുദീങ്ങള്, ളാലിമീങ്ങള്, കുഫാരീങ്ങള്, ഫത്താനീങ്ങള്, മുഫ്സിദീങ്ങള്, മുതകബ്ബിരീങ്ങള്, മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശർറിൽ നിന്നും ഞങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ സകലരെയും നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാന്. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും ജോലിയിലും ബിസിനസ്സിലും നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാന്. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, രക്ഷപ്പെടുത്തണം റഹ്മാന്. മൗത്തായ പ്രിയപ്പെട്ടവരുണ്ട്, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാന്. റബ്ബെ, വീടില്ലാതെ വിഷമിക്കുന്നവർ, സ്ഥലം വാങ്ങിയവർ, വാടക വീട്ടിൽ കഴിയുന്നവർ, കഫീലിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ, ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, അങ്ങനെ ശത്രുക്കളും പാരയും ഒക്കെയായിട്ട് ജോലിയിലൊക്കെ വിഷമിക്കുന്നവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്, ജോലിക്ക് അന്വേഷിക്കുന്നവരുണ്ട്. നീ ഖൈറായ നിലക്ക് പൂർത്തിയാക്കണം റഹ്മാന്. റാഹത്ത് നൽകണം അല്ലാ. സന്തോഷത്തിലാക്കണം അല്ലാ. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയിമ്മത്തുകളൊക്കെ കണ്ടതിന് കണക്ക് കാണുന്നില്ല. കിതാബുകൾ മറിച്ചു നോക്കിയാൽ മഹാന്മാരായ സ്വാലിഹീങ്ങളൊക്കെ എത്ര തവണയാണ് നിന്റെ ഹബീബിന് അസ്ഹാബ് പ്രശംസിച്ച ആ വജ്ഹ് കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി, മുഖം കാണുമ്പോൾ സൂര്യൻ കറങ്ങുന്നത് പോലെ അനുഭവപ്പെടാറുണ്ടെന്ന് സ്വഹാബത്ത് സന്തോഷം പറഞ്ഞ അജ്മലുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല പ്രാവശ്യം കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം അല്ലാഹ്.
നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഞങ്ങളെ ഈ മജ്ലിസിൽ എത്തിപ്പെട്ട തിരക്കുകളൊക്കെ മാറ്റിവെച്ച് എത്തിപ്പെട്ട പ്രിയപ്പെട്ട നേതാക്കൾ, പ്രിയപ്പെട്ടവർ, റബ്ബേ സ്ഥാപനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ലക്ഷക്കണക്കിന് ഉറുപ്പ ഞങ്ങളോട് പറഞ്ഞ് ആവുന്നത്ര സഹായം പറഞ്ഞ് അള്ളാ നിന്റെ ദീനിനെ സഹായിക്കാനാണ്. നീ അവരെ ഏറ്റെടുക്കണം റഹ്മാന്, നീ അവരെ സലാമത്താക്കണം റഹ്മാന്. താങ്ങാൻ കഴിയാത്ത പരീക്ഷണം നൽകല്ല അള്ളാ, എല്ലാം റാഹത്താക്കണം റഹ്മാന്. നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്കും സകലർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകിയിട്ട് മൗത്ത് വരെ ആരെ മുമ്പിലും മുഖം നോക്കാതെ ദീനായിട്ട് തുറന്നു പറയാനുള്ള, ഞങ്ങൾക്ക് ദുനിയാവിൻ്റെ താല്പര്യത്തിലല്ല, ഞങ്ങൾക്ക് മൗത്ത് വരെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളുടെ ഖിദ്മത്തിലായിട്ട് നിന്റെ ദീനിൻ്റെ ഖിദ്മത്തിലായിട്ട് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാൻ ഞങ്ങളെ ഈ ചെറിയ ആയുസ് കൊണ്ട് ഞങ്ങൾക്ക് കഴിയണം. അതിനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും എല്ലാ വേണ്ടത് മുഴുവനും ഞങ്ങൾക്ക് ഏറ്റിത്തന്നിട്ട് അവസാനം എത്ര വലിയ തെറ്റ് ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് മലായികത്ത് തങ്ങളെ കാണിക്കും. ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ. ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാൻ. ദുനിയാവിലും ആഖിറത്തിലും ഫായിസീങ്ങളിൽ പെടുത്തണം അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولوالدينا ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير.